ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ കളർ ഓഫ് ഡെത്ത്, അധ്യായം 9. മണിക്കുട്ട, കാളിചരൺ പറയാൻ വന്നത് പകുതിക്ക് നിർത്തി. കാരണം പൊടുന്നനെ അവിടെ വെടിമരുന്നിൻ്റെ ഗന്ധം പരന്നു. മോനെ, നാഗരാജൻ പരിഭ്രമത്തോടെ വിളിച്ചു. ആ പരിഭ്രമം സകലരിലേക്കും ബാധിച്ചു. മഴയുടെ ആരംഭത്തിൽ കനത്ത തുള്ളികൾ വീഴുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു അത്. കാളിചരൺ വേഗം ജനാല വലിച്ചു തുറന്നു. മുന്നിലെ രംഗം കണ്ടപ്പോൾ അവൻ ഞെട്ടിത്തെറിച്ചുപോയി. കുറേ പേർ വീടിൻ്റെ മുകളിലേക്ക് വെടിമരുന്ന് വാരിയെറിയുന്നു. നാലുപാടും നിന്ന് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒപ്പം മറ്റൊരു കാഴ്ച കൂടി. ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ടിന് കെട്ടുന്നത് പോലെ വീടിനെ പൊതിഞ്ഞ് പടക്കങ്ങളും വലിയ ഗുണ്ടുകളും. വീട് ഒരു പടക്കശാലയേക്കാൾ അപകടകരമായിരിക്കുന്നു. എടാ, കാളി പുറത്തു നിൽക്കുന്നവരെ നോക്കി അലറി. മര്യാദയ്ക്ക് വാതിൽ തുറന്നു, അല്ലെങ്കിൽ ഒന്നിനെയും ഞാൻ ബാക്കി വയ്ക്കില്ല. പെട്ടെന്ന് മറ്റൊരു മുഖം ജനാലയ്ക്കപ്പുറത്ത് വന്നു. നേരം ശരിക്ക് പുലരാത്തത് കാരണം അതാരാണെന്ന് വ്യക്തമായില്ല. തിമ്മക്കയുടെ പുതിയ PA അപ്പാജിയായിരുന്നു അത്. ബാക്കിയാവാത്തത് നീയും നിന്റെ കുടുംബമാടാ. ഞാനൊരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചെറിഞ്ഞാൽ ഭൂം, നിന്റെയൊക്കെ അസ്ഥികൾ പോലും ചാരമാകും. അത് വേണോടാ. അയാൾ പല്ലിളിച്ചു. കാളിചരണിൻ്റെ മജ്ജയിലൂടെ വജ്രസൂചികൾ പാഞ്ഞു. വനജയും അപൂർവയും വിശ്വജാലയും നിലവിളിക്കാൻ തുടങ്ങി. മിണ്ടരുത്. അവർക്ക് നേരെ തിരിഞ്ഞ് കാളി ശബ്ദം താഴ്ത്തി. നമ്മൾ ഭയന്നെന്ന് അവർ അറിയരുത്. മോനെ, വനജ എന്തോ പറയാനാഞ്ഞു. കാളിയുടെ ശബ്ദം പുറത്തു നിൽക്കുന്നവർക്കു കൂടി കേൾക്കാൻ പാകത്തിൽ ഉയർന്നു. ഇത്രകാലം ജീവിച്ചോളാമെന്ന് നമ്മൾ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലല്ലോ അമ്മേ. മരിക്കാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ആശമോൾ പോയ വഴിയെ നമ്മളും, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞിട്ട് അവൻ വീണ്ടും ജനാലയ്ക്കിലേക്ക് ചെന്നു. എന്താ നിങ്ങളുടെ ആവശ്യം? നീ, പിന്നെയാ പെണ്ണും, വിശ്വജാല. അപ്പാജി കൈ ചൂണ്ടി. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി വന്നാൽ മറ്റുള്ളവരെ വെറുതെ വിടുമോ? വിട്ടേക്കാം. നാഗരാജൻ വേഗം കാളിയുടെ അടുത്ത് ചെന്നു. അത് വേണ്ടടാ. ചാകുന്നെങ്കിൽ ഒന്നിച്ച്. അല്ലാതെ നിന്നെയും ഇവളെയും കൊല്ലിച്ചേച്ച് ഞങ്ങൾക്ക് ജീവിക്കണ്ട. കാളി മണിക്കുട്ടനെ നോക്കി ഒരാംഗ്യം കാണിച്ചു. അത് മനസ്സിലാക്കി അവൻ ഫോണെടുത്ത് ആർക്കോ ഒരു കോൾ അയച്ചു. അപ്പാജി അലറി. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി വരാൻ തയ്യാറായാൽ ഞങ്ങൾ വാതിൽ തുറന്നു തരാം. എനിക്കൊന്ന് ചിന്തിക്കണം. അതിരിക്കട്ടെ, നിങ്ങൾ തിമ്മക്കയുടെ ആളുകളാണെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ. നിനക്ക് ബുദ്ധിയുണ്ട്. അപ്പാജി ചിരിച്ചു. വേഗം ചിന്തിച്ച് മറുപടി പറ. കാളി ജനാലയ്ക്കൽ നിന്നും മാറി. സ്ത്രീകൾ 3 പേരും ഭീതി കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഫോൺ ചെയ്തെന്ന് മണിക്കുട്ടൻ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. കാളി തലയാട്ടി. ശേഷം മുറിയാകെ പരിശോധിച്ചു. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. ഒരു തീപ്പൊരി മതി വീട് ചൂട്ടുപോലെ കത്തിയെരിഞ്ഞു ചിതറാൻ. കാളിയുടെ ഉദ്ദേശം എന്തെന്നറിയാതെ നാഗരാജൻ അവനെ തുറച്ചു നോക്കി. അവനാകട്ടെ ഉള്ളിലെ പരിഭ്രമം അല്പം പോലും പുറത്തു കാണിച്ചില്ല. 10 മിനിറ്റ്. ഏയ്, ജനാലയ്ക്കൽ നിന്ന് അപ്പാജിയുടെ ശബ്ദം. എന്ത് തീരുമാനിച്ചു നീ? തൽക്കാലം മരിക്കാൻ. ആ തീരുമാനം വീടിനുള്ളിലുള്ളവരെ മാത്രമല്ല പുറത്തുള്ളവരെയും അമ്പരപ്പിച്ചു. കാളി വെല്ലുവിളിച്ചു. ചുണയുണ്ടെങ്കിൽ നീ തീയിടട നായേ. അതോടെ സകലതും തീർന്നോളുമല്ലോ. എന്നെയും വിശ്വജാലയെയും പച്ചയ്ക്ക് കൊത്തിനുറുക്കാനുള്ള തിമ്മക്കയുടെ ആശയം അതോടെ അടങ്ങുമല്ലോ. അപ്പാജി അമ്പരന്നു. വിശ്വജാലയെയും കാളിചരണിനെയും ജീവനോടെ വേണമെന്നാണ് തിമ്മക്കയുടെ കൽപ്പന. സ്വയം പക തീർക്കാൻ അതിന് കഴിയാതെ വന്നാൽ അയാൾ തൻ്റൊപ്പം വന്ന 10 പേരെയും വിളിച്ച് അല്പം അകലേക്ക് മാറി നിന്ന് കൂടിയാലോചിച്ചു. കാളിയെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊന്നുകളയുക തന്നെ. വേറെ മാർഗമില്ലായിരുന്നെന്ന് മാഡത്തോട് പറയാം. അവരുടെ അഭിപ്രായം അതായിരുന്നു. നമ്മൾ ഏറ്റെടുത്ത ആദ്യത്തെ ഓപ്പറേഷനല്ലേ ഇത്. ആദ്യമായി തന്നെ പരാജയപ്പെട്ടാൽ അത് ശരിയാണെന്ന് അപ്പാജിക്കും തോന്നി. അയാൾ ഉച്ചത്തിൽ കാളിയോട് പറഞ്ഞു. മരിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ഞങ്ങൾ തീയിടാൻ പോവുകയാ. അതല്ല, നിന്റെ തന്തയും തള്ളയും പെങ്ങളെയും ജീവിക്കാൻ വിടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. നിങ്ങൾ രണ്ടാൾക്കു വേണ്ടി ഞങ്ങൾ വാതിൽ തുറന്നു തരും. അതിനായി അനുവദിക്കുന്ന സമയം 5 മിനിറ്റ്. അകലേക്ക് മാറി നിന്ന് അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ഈ സിഗരറ്റ് എഴിഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ വിധി പ്രഖ്യാപനമാകും. അപ്പാജി സിഗരറ്റ് ഒരു കല്ലിൽ വെച്ചു. അതിൽ നിന്ന് നൂലുപോലെ പുക ഉയരുന്നത് മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ കാളി കണ്ടു. അവൻ അമ്മയെയും അനുജത്തിയെയും നോക്കി. ഞാനും വിശ്വജാലയും അവർക്കൊപ്പം പോകാം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതു കിട്ടിയാലോ? തൽക്കാലം നിങ്ങൾ 3 പേർക്കും നാട്ടിലേക്ക് മടങ്ങാമല്ലോ. അത് കേട്ട് നാഗരാജൻ തിരിഞ്ഞ് മകൻ്റെ കർണത്തൊന്ന് പൊട്ടിച്ചു. നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാടാ ജീവിക്കുന്നത്? അതേ ഏട്ടാ. അപൂർവ അവനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഏട്ടനും വിശ്വച്ചിയും കൂടെ വേണം.
കാളിചരൺ അവളുടെ മുടിയിൽ മെല്ലെ തടവി. മോളെ, മരിക്കുന്നെങ്കിൽ അത് പൊരുതി തന്നെ വേണമെന്ന ഏട്ടൻ്റെ ആഗ്രഹം. അല്ലാതെ ഒരു ഭീരുവിനെ പോലെ വയ്യ. ശത്രുനിരയിലെ 2 എണ്ണത്തിനെയെങ്കിലും കൊന്നിട്ടാണെങ്കിൽ എൻ്റെ ആത്മാവിന് സംതൃപ്തിയുണ്ടാകും. ഇല്ല. അപൂർവയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. മരിക്കുന്നെങ്കിൽ ഒന്നിച്ച്, ജീവിക്കുന്നെങ്കിലും ഒന്നിച്ച്. അത് മതി കാളേ. മണിക്കുട്ടൻ്റെ ഒച്ച പതറി. എനിക്ക് മറ്റാരുമില്ലെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ വരാൻ ഞാനും എപ്പോഴേ തയ്യാറായി കഴിഞ്ഞതാ. കാളിചരൺ ഒരു വേട്ട നായയുടെ ഭാവത്തിൽ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പ്രക്ഷുബ്ധമായ ആ നിമിഷങ്ങളിൽ അവൻ്റെ മനസ്സിൽ ഒരാശയവും തെളിഞ്ഞില്ല. അപ്പാജിയുടെ നോട്ടം കല്ലിലിരുന്ന് പുകയുന്ന സിഗരറ്റിലായിരുന്നു. അത് തീരാറായിരിക്കുന്നു. പൊടുന്നനെ ഒപ്പം വന്നവരിൽ ഒരാൾ അപ്പാജിയോട് തിരക്കി. അല്ലെങ്കിൽ നമുക്ക് തിമ്മക്കം മാഡത്തെ ഒന്ന് വിളിച്ചാലോ? ഇവിടുത്തെ സിറ്റുവേഷൻ അറിയുമ്പോൾ അവർ എന്തു പറയുമെന്ന് കേൾക്കാമല്ലോ. അപ്പാജിയുടെ കണ്ണുകൾ കുറുകി. അത് വേണ്ടടാ. വിവരമറിഞ്ഞാൽ അവർ പറയും കാളിയെയും വിഷുജാലിയെയും ജീവനോടെ തന്നെ വേണമെന്ന്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാത്തിനെയും തീർത്തിട്ട് നമ്മൾ ചെന്നാൽ ആദ്യമൊന്ന് ക്ഷോഭിച്ചാലും അവർ കരുതും പിടിക്കാൻ പറഞ്ഞാൽ കൊന്നേച്ച് ചെല്ലുന്നവരാ നമ്മളെന്ന്. അത്തരമൊരു പരിവേഷമാണ് നമുക്കിവിടെ ആവശ്യം. സിഗരറ്റ് കുറ്റി പുകഞ്ഞു തീർന്നു. അതിൽ നിന്ന് ഉയർന്ന നൂൽപ്പുകയുടെ അവസാന ഭാഗം കുറ്റിയിൽ നിന്ന് അടർന്നു. അതും അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. നിങ്ങൾ പന്തം കൊളുത്തിക്കോ. ഞാൻ പറയാതെ വീടിന് നേർക്ക് എറിയരുത്. അടുത്ത നിമിഷം 4 പന്തങ്ങൾ കത്തി. അതുമായി വീടിൻ്റെ 4 ദിശയിലേക്കായി 4 പേർ മാറി നിന്നു. കാളിയും കുടുംബവും ഇത് കണ്ടു. അവർക്ക് നെഞ്ചിടിപ്പേറി. മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. കാളിചര. പുറത്തുനിന്ന് അപ്പാജിയുടെ ശബ്ദം. നീയും നിന്റെ കുടുംബവും ഒന്നിച്ച് എരിഞ്ഞമരാൻ തീരുമാനിച്ചോ? അതോ ഞങ്ങളെ അനുസരിക്കുന്നോ? കാളിചരൺ ജനാലയ്ക്കിലേക്ക് ചെന്നു. ആ ഭാഗത്ത് കത്തിയ പന്തത്തിൻ്റെ പ്രതിഫലനം അവൻ്റെ കണ്ണുകളിൽ നിന്നെരിഞ്ഞു. നിങ്ങൾക്ക് വീടിന് തീയിടാം. ശാന്തമായിരുന്നു അവൻ്റെ ശബ്ദം. അമ്മേ, അപ്പിച്ചി. അപൂർവയും വിഷുജാലയും വനജയെ കെട്ടിപ്പിടിച്ചു. വീടിന് നേർക്ക് പന്തങ്ങളെറിയാൻ അപ്പാജി അനുചരർക്ക് കൽപ്പന നൽകാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രഭാതത്തിലെ നിശബ്ദതയെ നടുക്കിക്കൊണ്ട് മുന്നിലെ റോഡിലൂടെ 2 ദിശകളിൽ നിന്നും സൈറനിട്ടുകൊണ്ട് 2 ഫയർ വാഗണുകൾ പാഞ്ഞുവന്നു. റോഡ് പിളർത്തുന്ന ഒച്ചയിൽ ബ്രേക്കിട്ടുകൊണ്ട് അവ മുഖാമുഖം നിന്നു. അപ്പാജിയും സംഘവും ഒന്നും മനസ്സിലാകാതെ നടുങ്ങിത്തിരിഞ്ഞു. ഓരോ ഫയർ വാഗണിൽ നിന്നും 5 പേർ വീതം ചാടിയിറങ്ങി. സൈറനിട്ടുകൊണ്ട് ഒരു പോലീസ് ജീപ്പും പാഞ്ഞെത്തി. SP മഹിപാൽ യാദവ് അതിൽ നിന്ന് തറയിലേക്ക് പറന്നു. ക്വിക്ക്! അയാൾ അലറി. 2 ഫയർമാൻമാർ മിന്നൽ പോലെ പമ്പിൽ ഹോസ് ഘടിപ്പിച്ചു. മറ്റുള്ളവർ ഹോസ് ലേഔട്ട് ചെയ്ത ശേഷം അതിൽ ബ്രാഞ്ച് പിടിപ്പിച്ചു. തുടർന്ന് വാൽവ് തുറന്നു. ആക്സിലേറ്റർ പ്രവർത്തിപ്പിച്ചു. പാമ്പ് നിവരുന്നത് പോലെ ഹോസിൽ വെള്ളം തിങ്ങി നിവർന്നു. അപ്പാജിക്ക് അപകടം മണത്തു. എറിയട പന്തം. 4 ദിശകളിൽ നിന്നും കത്തുന്ന പന്തങ്ങൾ വീടിന് മുകളിലേക്ക് പറന്നു വീണു. വെള്ളം പരക്കുന്നത് പോലെ മേൽക്കൂരയിൽ 4 ദിശയിലേക്കും തീ പരന്നൊഴുകി. ആ സെക്കൻഡിൽ തന്നെ 2 ഫയർ യൂണിറ്റുകളിൽ നിന്നും വെള്ളം ചീറ്റി വീണു. പടക്കങ്ങൾക്ക് തീ പിടിച്ചില്ല. കത്തിയ വെടിമരുന്ന് വെള്ളത്തോടൊപ്പം തീത്തുണ്ടുകളായി തറയിലേക്ക് ഒഴുകി വീണു. വീടിനുള്ളിൽ മരണം കാത്തുനിന്നവർ അമ്പരന്നു. നമ്മൾ രക്ഷപ്പെട്ടു, മണിക്കുട്ടൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഫോൺ സന്ദേശം കിട്ടിയ നിമിഷത്തിൽ തന്നെ മഹിപാൽ സാർ പ്രവർത്തിച്ചു. ഫയർ വാഗണുകളുടെ അലർച്ച കേട്ട് ഞെട്ടിപ്പുറത്തിറങ്ങിയ ഫയർലൈറ്റ്സിലെ ജനങ്ങൾ കാര്യമറിയാതെ കാളിചരണിൻ്റെ വീടിന് നേർക്ക് ഓടിവന്നു. ഇനി നിന്നാൽ പിടി വീഴുമെന്ന് അപ്പാജിക്കും കൂട്ടർക്കും ബോധ്യമായി. പടക്കത്തോടൊപ്പം അവരും നനഞ്ഞു കുതിർന്നിരുന്നു. എസ്കേപ്പ്! വിളിച്ചു പറഞ്ഞുകൊണ്ട് അപ്പാജി ഓടി. പിന്നാലെ മറ്റുള്ളവരും. അവർ വന്ന ക്വാളിസ് വാനുകൾ 2ഉം റോഡിലായിരുന്നു. അരയിൽ നിന്ന് റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് മഹിപാൽ യാദവ് പിന്നാലെ കുതിച്ചു. സ്റ്റോപ്പ്! പക്ഷേ അവർ നിന്നില്ല. പ്രകാശവേഗത്തിൽ ക്വാളിസുകൾ റോഡിൻ്റെ മാറു പിളർന്ന് പാഞ്ഞുപോയി. അപകടം പൂർണ്ണമായും ഒഴിവായെന്ന് ഉറപ്പായപ്പോൾ 2 ഫയർ യൂണിറ്റുകളും പമ്പിംഗ് നിർത്തി. മേൽക്കൂരയിൽ നിന്ന് ഊറി വീഴുന്ന ജലത്തുള്ളികൾക്കിടയിലൂടെ മഹിപാൽ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറി. പുറത്തുനിന്ന് ഓടാമ്പലിട്ടിരുന്ന വാതിൽ തുറന്നു. സാർ! സന്തോഷത്താൽ കാളിയുടെ വാക്കുകൾ കുരുങ്ങി. വേണ്ടടാ, നന്ദിയൊന്നും പറയണ്ട. ഒരിക്കൽ നീയും എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ? അതിൻ്റെ പ്രത്യുപകാരമായി കണ്ടാൽ മതി ഇതൊക്കെ. മഹിപാൽ പുഞ്ചിരിച്ചു. എന്നാൽ മരിക്കാൻ തീരുമാനിച്ച നിന്റെ ആ തൻ്റെയിടമുണ്ടല്ലോ, അതെന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാ. പിന്നെ കുടുംബത്തോടുള്ള നിന്റെ സ്നേഹം, ഇതൊക്കെ ഇക്കാലത്ത് കാണാൻ ബുദ്ധിമുട്ടാ. സാറേ, നാഗരാജനും കുടുംബവും അയാളെ തൊഴുതു. ദൈവമാ സാറിനെ ഇവിടെ എത്തിച്ചത്. അല്ല നാഗരാജ, മഹിപാൽ തിരുത്തി. മണിക്കുട്ടൻ്റെ ഫോൺ കോളാ. ഓടിയെത്തിയ അയാൾക്കാർക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ലായിരുന്നു.
വീടിനു ചുറ്റും കെട്ടിയിരിക്കുന്ന പടക്കങ്ങളും ഗുണ്ടുകളും കണ്ട് അവർ പരസ്പരം നോക്കി. പഴനിവേലും കണ്ണഫിരാമനും സന്ദേഹത്തോടെ അങ്ങോട്ട് കയറി വന്ന് കാര്യം തിരക്കി. കാളി ചുരുക്കത്തിൽ വിവരം പറഞ്ഞു. ഭയങ്കരം തന്നെ, ഇപ്പത്തന്നെ തിരിച്ചടിക്കുകയേ വേണ്ടത്. പഴനിവേൽ പല്ല് കടിച്ചു. വേണ്ട, കാളിച്ചരൺ തടഞ്ഞു. തിരിച്ചടി എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മരിക്കും മുൻപ് തിമ്മക്ക ഒന്നുമല്ലാതാകണം. മരണത്തെ അവർ സ്വയം ഇരുന്നു വാങ്ങണം. അവൻ്റെ പദ്ധതി എന്തെന്ന് മഹിപാലിന് പോലും മനസ്സിലായില്ല. അച്ഛാ, അവൻ തിരിഞ്ഞ് നാഗരാജൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഞാൻ പറയുന്നത് അച്ഛൻ ചെയ്യണം. അമ്മയും അപൂർവയുമായി അച്ഛൻ ഉടനെ നാട്ടിലേക്ക് പോകണം. ഞാനും വിശ്വജാലയും ഇവിടെ തന്നെ ഉണ്ടാവണം കുറച്ചുനാൾ. മോനെ, നാഗരാജനും വനജയും ഒരേ സ്വരത്തിൽ വിളിച്ചു. നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ചെയ്തു തീർക്കേണ്ടത് തീർത്തില്ലെങ്കിൽ നാട്ടിൽ പോലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ഇവിടെയുള്ളവർ അവിടെയും വരും ഉറക്കം കെടുത്താൻ. കാളിച്ചരൺ അച്ഛൻ്റെ കൈ ഉയർത്തി തൻ്റെ നെഞ്ചിലമർത്തി. ഒന്ന് ഞാൻ ഉറപ്പു തരാം, ഞാൻ വരുമച്ച, ജീവനോടെ. നാഗരാജനും മിണ്ടാനായില്ല. വനജയും അപൂർവയും നിറകണ്ണുകളോടെ നിന്നു. മണിക്കുട്ട, കാളി വിളിച്ചു. നീ കൊണ്ടുപോകണം ഇവരെ നമ്മുടെ ജീപ്പിൽ നാട്ടിലേക്ക്. എടാ, ഞാനിവിടെ വേണ്ടേ? അവൻ തർക്കിച്ചു. നിനക്കൊരു സഹായിയായിട്ട് ഞാനും ഉണ്ടാവണം. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പിടിച്ചു നിൽക്കും. ഇവരെ ചിറ്റാറിലെത്തിച്ചിട്ട് നീങ്ങും മടങ്ങിപ്പോര്. അർദ്ധമനസ്സോടെയാണെങ്കിലും മണിക്കുട്ടൻ സമ്മതിച്ചു. നാഗരാജൻ, നിങ്ങൾ പേടിക്കണ്ട. കാളി പറയുന്നതാ ശരി. മഹിപാൽ യാദവും അറിയിച്ചു. എല്ലാവരെയും കൂടി ഒന്നിച്ചു നോക്കാൻ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാളിക്ക് കഴിഞ്ഞെന്നു വരില്ല. ഇവിടെ ഇവന് സഹായത്തിന് ഞാനും ഉണ്ടാകും. നാഗരാജനും വനജയ്ക്കും അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. പാക്ക് ചെയ്തു വെച്ചിരുന്ന സാധനങ്ങൾ കാളിയും മണിക്കുട്ടനും ചേർന്ന് 540യിൽ കയറ്റി. നാട്ടുകാരോട് യാത്ര പറഞ്ഞ് നാഗരാജനും വനജയും അപൂർവയും അതിൽ കയറി. ജനങ്ങളുടെ മുഖത്ത് ഒരു മ്ലാനതയായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും കഴിഞ്ഞവർ. ഏതു നിമിഷവും മരണത്തെ നിഴൽ പോലെ കണ്ട് സ്വർണ്ണഖനിയിൽ പണിയെടുത്തവർ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിട്ട് അവസാനം വെറും കൈയോടെയുള്ള മടക്കയാത്ര. മോനെ, വേഗം വരണേ, വനജ ഒരിക്കൽ കൂടി കാളിയോട് പറഞ്ഞു. വരാമമ്മേ. പറയുമ്പോൾ അവരുടെ മുഖത്തു നോക്കാൻ അവന് കഴിഞ്ഞില്ല. കാരണം തൻ്റെ ജീവന് യാതൊരു ഗ്യാരണ്ടിയുമില്ലെന്ന് അവനറിയാമായിരുന്നു. ഫയർ വാഗണുകൾ രണ്ടും മടങ്ങിപ്പോയി. ജനക്കൂട്ടത്തിനിടയിലൂടെ മണിക്കുട്ടൻ മെല്ലെ ജീപ്പ് മുന്നോട്ടെടുത്തു. മ്ലാനതയോടെ ജനങ്ങൾ കൈ ഉയർത്തി വീശി. ജീപ്പ് കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ കാളിയുടെ കൺകോണുകളിൽ 2 തുള്ളികൾ ഉറവപ്പെട്ടി. തിമ്മക്കയുടെ പുതിയ ടീമാണ് ഇന്നിവിടെ വന്നത്. കഴിഞ്ഞ ദിവസം അവര് റിക്രൂട്ട് ചെയ്തവർ. ആദ്യത്തെ തോൽവി തന്നെ അവർക്കൊരു ആഘാതമാകും. മഹിപാൽ യാദവ് അവനോട് പറഞ്ഞു. പക്ഷേ അതാ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാളി ഒന്നും മൂളി. തിമ്മക്ക പുതിയ ഗുണ്ടകളെ നിർത്തിപ്പൊരിക്കും. മഹിപാൽ കൂട്ടിച്ചേർത്തു. അത് ശരിയായിരുന്നു. സിറ്റൗട്ടിൽ നിന്ന് തിമ്മക്ക ഗുണ്ടകളെ നോക്കി അലറി. കളക്ടറേക്കാൾ കൂടിയ ശമ്പളത്തിലാ നിന്നെയൊക്കെ ഞാനിവിടെ തെരഞ്ഞെടുത്തത്. എന്നിട്ട് ആകെ തുലച്ചു വന്നിരിക്കുന്നു. അവർ കാറിത്തുപ്പി. തുപ്പൽ തങ്ങളുടെ മുഖത്താണ് പതിഞ്ഞതെന്ന് അപ്പാജിക്കും സംഘത്തിനും തോന്നി. മാഡം, ആ SP ആണ് ഞങ്ങളുടെ പദ്ധതി തകർത്തത്. അയാൾ പരുങ്ങലോടെ അറിയിച്ചു. എന്തു പദ്ധതിയാടാ? അവർ വിരൽ ചൂണ്ടി. ആ വിരൽത്തുമ്പ് നിന്ന് വിറച്ചു. എല്ലാത്തിനെയും ഒന്നിച്ച് ചുട്ടുകരിക്കാനായിരുന്നെങ്കിൽ അതിനെനിക്ക് നിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പാജിയുടെ തല കുനിഞ്ഞു. തിമ്മക്കയുടെ ശബ്ദം ചിതറിയ കുപ്പിച്ചില്ലുകൾ പോലെ ചീറി. എനിക്ക് ജീവനോടെയായിരുന്നു അവരെ വേണ്ടത്. ആ പെണ്ണിനെയും കാളിയെയും മാത്രമല്ല, ആ കുടുംബത്തിലെ സകലതിനെയും. അറിയാമോടാ? അപ്പാജി മറുപടി നൽകും മുൻപ് വസന്തരാജ് ഫോൺ കാതിലമർത്തിക്കൊണ്ട് ഓടിയെത്തി. അമ്മേ, കാളിചരണിൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും നാട്ടിലേക്ക് പുറപ്പെട്ടു. അവനും ആ പെണ്ണും മാത്രം ഇവിടെയുണ്ട്. ഒറ്റ ശ്വാസത്തിലാണ് അവൻ പറഞ്ഞത്. തിമ്മക്കയുടെ കണ്ണിൽ തീപ്പാമ്പുകൾ പൊളഞ്ഞു. അപ്പാജിയെ നോക്കി അവർ ഗർജിച്ചു. പോടാ പോ. കോളാർ ജില്ല വിട്ട് അവർ കുപ്പത്തുപോലും എത്തിക്കൂടാ. അതിനു മുൻപ് പിടിക്കണം. എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അല്ലാതെ നീയൊന്നും മടങ്ങി വന്നേക്കരുത്. ആജ്ഞ കിട്ടിയതും അപ്പാജിയും സംഘവും കോളീസുകളിൽ ഓടിക്കയറി. ഗേറ്റ് കിടന്ന് അവർ അക്കേഷ്യ മരങ്ങൾക്കിടയിലൂടെ പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞകന്നു. തിമ്മക്കയുടെ മുഖത്ത് ക്രൂരമായ ഒരു സന്തോഷമുണ്ടായി. അധ്യായം 10. ഫൈലൈറ്റ്സിൽ കാളിചരണിൻ്റെ വീട്ടിൽ ശോകമൂകമായ അന്തരീക്ഷമായിരുന്നു. അച്ഛനും അമ്മയും പെങ്ങളും പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു കാളിക്ക്. അടുത്ത വീട്ടുകാരൊക്കെ മടങ്ങിയിരുന്നു. വീടിനു ചുറ്റും തിമ്മക്കയുടെ ആളുകൾ വലിച്ചു കെട്ടിയിരുന്ന പടക്കങ്ങൾ പഴനിവേലും കണ്ണഫിരാമനും ചേർന്നാണ് നീക്കം ചെയ്തത്. തിണ്ണയിലിരിക്കുന്ന കാളിചരണിനെ
കട്ടിളപ്പടിയിൽ ചാരി കണ്ണും വയ്ക്കാതെ നോക്കി നിന്നു വിശ്വജാല. അവരെ നാട്ടിലേക്ക് അയച്ചതിൽ കാളിക്ക് ദുഃഖമുണ്ട് അല്ലേ? അവൾ സങ്കടത്തോടെ തിരക്കി. ഏയ്, തിരിഞ്ഞു നോക്കാതെ കാളി മന്ത്രിച്ചു. വാസ്തവത്തിൽ അതിൽ സന്തോഷിക്കുകയേ വേണ്ടത്. അവരെ കൂടി ഈ ചക്രവ്യൂഹത്തിൽ നിർത്തിക്കൊണ്ടുള്ള യുദ്ധം കൂടുതൽ അപകടകരമല്ലേ? ഇനി നിന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എനിക്ക്. എന്നാലും രാവിലെ വരെ ഒന്നിച്ചിരുന്നവർ പോയപ്പോൾ ഒരു ശൂന്യത, അത്രയുള്ളൂ. കാളിചരൺ ചിരിക്കാൻ ശ്രമിച്ചു. ഇനി എന്താ നമ്മുടെ പരിപാടി? വിശ്വജാല നഖം കൊണ്ട് കട്ടിളപ്പടിയിൽ കോറി. അതേക്കുറിച്ച് വിശദമായി ചിന്തിക്കണം. അവൻ ദീർഘമായി നിശ്വസിച്ചു. അവളും വന്ന് കാളിയുടെ അടുത്തിരുന്നു. കാളി തുടർന്നു. ഇനിയുള്ള ഓരോ ചുവടുവയ്പ്പിനും മഹിപാൽ സാറിൻ്റെ ഉപദേശം തേടണം. റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളിൽ കാളിയുടെ കണ്ണുകൾ തെന്നി നീങ്ങി. കൂട്ടത്തിൽ ഒരു ഓട്ടോ വെട്ടിത്തിരിഞ്ഞ് മുറ്റത്തേക്ക് കയറി വന്നു. അതിൽ നിന്ന് സുന്ദരൻ ഇറങ്ങി. ഞാൻ വെളുപ്പിന് ഓട്ടം പോയതായിരുന്നു കാളി. അങ്കിളും മറ്റും പോയി അല്ലേ? അവൻ തലയാട്ടി. ഛേ, എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അത് പോട്ടെ, കാളി എന്താ പോകാത്തത്? സുന്ദരനും തിണ്ണയിലിരുന്നു. പോകണം, പോകും. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും സെൽഫോൺ ഇരുമ്പി. പോക്കറ്റിൽ നിന്ന് അവൻ അതെടുത്തു. വാസുകി. അച്ഛനും അമ്മയുമൊക്കെ പോയി അല്ലേ? അവളുടെ ചോദ്യം. എന്നിട്ട് കൂടെ നീ പോയതുമില്ല? അവൻ രാവിലെ നടന്ന കാര്യം ചുരുക്കി പറഞ്ഞു. ഞാനും പോകാനിരുന്നതാ അപ്പോഴാ. ഛേ, അബദ്ധമല്ലേ നീ കാണിച്ചത്? അവളുടെ ശബ്ദത്തിൽ ഉത്കണ്ഠ. അതെന്താടി? അവനും മനസ്സിലായില്ല. രാവിലെ ആ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞ് അവരെ മാത്രമായി നീ വിടാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ചും തിമ്മക്കയുടെ ആളുകൾ പരാജയപ്പെട്ടു പോയ ശേഷം. കാളിചരണിന് വല്ലാത്തൊരു ഉദ്വേഗം വന്നു. അവൻ്റെ ചോരയോട്ടം ദ്രുതഗതിയിലായി. അപ്പുറത്തു നിന്നും വീണ്ടും വാസുകിയുടെ ശബ്ദം. ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് കരുതാം. എന്നാലും അവരെ പരിചയാക്കിക്കൊണ്ട് തിമ്മക്കയുടെ ആളുകൾ കാളിക്കും വിശ്വജാലയ്ക്കും വേണ്ടി വില പേശിയാലോ? അബദ്ധം പിണഞ്ഞോ? വാസുകി പറഞ്ഞതുപോലെ സംഭവിച്ചാൽ? ഇത്തരം ഒരപകടത്തെ മുന്നിൽ കണ്ട് താൻ പോകാൻ ചിന്തിച്ചിരുന്നതാണ്. ഇന്ന് രാവിലത്തെ പ്രശ്നമാണ് ആ തീരുമാനത്തെ തകിടം മറിച്ചത്. പ്രയാസപ്പെടണ്ടടാ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ. എന്നാലും നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ രണ്ടു വശങ്ങളും ചിന്തിക്കണമെന്ന് പറയുകയായിരുന്നു ഞാൻ. അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാളിയുടെ ഞരമ്പുകൾ വലിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാമെടി. കോൾ കട്ട് ചെയ്ത് തിടുക്കത്തിൽ അവൻ മണിക്കുട്ടൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു. രണ്ടാമത്തെ ബെല്ലിന് അപ്പുറത്ത് ഫോണെടുത്തു. എന്തടാ? മണിക്കുട്ടൻ്റെ ചോദ്യം. നിങ്ങൾ എവിടെയെത്തി? കുപ്പം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ ഇനി 4-5 കിലോമീറ്ററേ ഉള്ളൂ. കാളിക്ക് ആശ്വാസമായി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്താടാ? വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. ഇടയ്ക്കിടെ നീ വിളിക്കണം. എത്തുന്ന സ്ഥലങ്ങൾ കൃത്യമായി പറയണം. ഓക്കേടാ. മണിക്കുട്ടൻ ചിരിച്ചു. നീ പേടിക്കണ്ട. എന്നെ കൊല്ലാതെ ഇവരെയൊന്ന് തൊടാൻ പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പോരെ? കോൾ മുറിഞ്ഞു. ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മണിക്കുട്ടൻ ഫോൺ ഡാഷ്ബോർഡിന് മീതെ വെച്ചു. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്തു. വനപ്രദേശം ആരംഭിക്കുകയായിരുന്നു. കയറ്റങ്ങളും കൊടും വളവുകളും. കഴിഞ്ഞ രാത്രിയിൽ വാസുകിയെ കാണാൻ അവരെത്തിയ സ്ഥലത്തോടടുത്തു. ആരാ മണിക്കുട്ട വിളിച്ചത്? കാളിയാണോ? മുൻസീറ്റിൽ ഇടതുവശത്തിരുന്ന നാഗരാജൻ ചോദിച്ചു. അതെ, അവൻ അവിടെയാണെങ്കിലും മനസ്സ് നമ്മുടെ കൂടെയാ, മണിക്കുട്ടൻ പറഞ്ഞു. മകനെയും അനന്തരവിളയെയും വിട്ടുപോകുന്നതിൽ നാഗരാജനും വനജയ്ക്കുമുണ്ടായിരുന്ന പ്രയാസം. നമുക്ക് തിരിച്ചങ്ങ് പോയാലോടാ? നാഗരാജന്റെ ചോദ്യം കേട്ട് മണിക്കുട്ടൻ തിരിഞ്ഞ് അയാളെ തുറച്ചു നോക്കി. തുടർന്ന് പിൻസീറ്റിലിരിക്കുന്ന വനജയെയും അപൂർവയെയും. അങ്കിളെന്താ അങ്ങനെ പറഞ്ഞത്? നാഗരാജൻ പരുങ്ങി. അല്ല, അവന് ഒരാവശ്യം വന്നാൽ നമ്മളാരും കൂടെയില്ലാതെ. മണിക്കുട്ടൻ തല വെട്ടിച്ചു. ഫൈലൈറ്റ്സിലെ ജനങ്ങൾ മുഴുവനില്ലേ അവൻ്റെ പിന്നിൽ? പോരെങ്കിൽ SP മഹിപാൽ സാറുമുണ്ട്. അങ്കിള് സമാധാനമായിട്ടിരിക്കുക. നാളെ കഴിഞ്ഞ് ഞാനും അങ്ങ് തിരിച്ചെത്തുമല്ലോ. മണിക്കുട്ടൻ വളവ് തിരിക്കുകയായിരുന്നു. അടുത്ത നിമിഷം എതിരെ വന്ന ഒരു ടാങ്കർ ലോറി റോഡിൽ വട്ടം തിരിഞ്ഞു. സ്ത്രീകൾ നിലവിളിച്ചു. മണിക്കുട്ടൻ ബ്രേക്ക് ആഞ്ഞമർത്തി. ഏയ്, എന്തടാ? അവൻ അലറി. ലോറിയുടെ ബ്രേക്ക് പോയതുപോലെ അവന് തോന്നി. കാരണം അതിൻ്റെ പിൻഭാഗം നിരങ്ങിത്തിരിഞ്ഞ് വരുന്നത് കണ്ടു. ജീപ്പിൻ്റെ ബമ്പറിൽ മുട്ടിയതുപോലെയാണ് അത് നിന്നത്. മണിക്കുട്ടൻ ജീപ്പിൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് ഗിയറിലിട്ടുകൊണ്ട് റോഡിലേക്ക് ചാടി ഇറങ്ങാനാഞ്ഞു. എന്നാൽ റോഡിൽ നിന്ന് മുളച്ചു പൊന്തിയതുപോലെ 2 സുമോ വാനുകൾ 540 പിന്നിൽ ബ്രേക്കിട്ടു. അതിൽ നിന്ന് കുറേ പേർ ചാടിയിറങ്ങി. അവർ മണിക്കുട്ടൻ്റെ അരികിലേക്ക് ഓടിയെടുത്തു. അവന് അപകടം മണത്തു. കാളിചരണിനെ വിളിക്കാനായി അവൻ ഫോണിന് നേരെ കൈ നീട്ടി. എന്നാൽ അതിനു മുൻപ് 2 പേർ അവനെ വലിച്ചിറക്കി. ബാക്കിയുള്ളവർ ജീപ്പ് വളഞ്ഞു. വിടടാ, മണിക്കുട്ടൻ കുതറി. മോളെ, വനജ അപൂർവയെ കെട്ടിപ്പിടിച്ചു. എന്തു തോന്നിയാസമാ ഇത്?
നാഗരാജൻ ഒച്ച ഉയർത്തി. മിണ്ടരുത്. ഒരാൾ ചുണ്ടിനു മീതെ വിരലമർത്തി കാണിച്ചു. വിടാനല്ലേടാ പറഞ്ഞത്. മണിക്കുട്ടൻ കാലുയർത്തി മുന്നിൽ നിന്നവനെ തൊഴിച്ചു. ആ ക്ഷണം പിന്നിൽ നിന്നവൻ ഒരു ക്രിക്കറ്റ് സ്റ്റമ്പ് ഉയർത്തി അവൻ്റെ ശിരസിൽ ആഞ്ഞടിച്ചു. മണിക്കുട്ടൻ്റെ അലർച്ച കുന്നുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മണിക്കുട്ട! നാഗരാജൻ ചകിതനായി. മണിക്കുട്ടൻ്റെ തല പൊട്ടി നെറ്റിയിലൂടെ ചോര പാഞ്ഞൊഴുകി. തലയ്ക്കുള്ളിലെന്തോ ഒരു മിന്നൽ മാത്രം അവനറിഞ്ഞു. ജീപ്പിൻ്റെ കമ്പിയിൽ കൈകൾ പരതിപ്പിടിച്ച് അവൻ സീറ്റിലേക്ക് തന്നെ മറിഞ്ഞു. ആഗതർ അവൻ്റെ കാൽക്കൂടി ഉയർത്തി അകത്തേക്കിട്ടു. ബോധം നഷ്ടമായ അവൻ്റെ ചോര സീറ്റിലേക്ക് ഒഴുകിപ്പരന്നു. നാഗരാജന് ചലിക്കാനായില്ല. സ്ത്രീകളുടെ ആർത്തനാദം തൊണ്ടയിൽ കുരുങ്ങി. ഇങ്ങോട്ടിറങ്ങടാ. ഒരുത്തൻ നാഗരാജൻ്റെ ഷർട്ടിൽ കയറിപ്പിടിച്ചു. 2 പേർ വനജിയെയും അപൂർവയെയും പിടിച്ചു വലിച്ചു. എടാ, തൊട്ടുപോകരുത് അവരെ. ആക്രോശിച്ചുകൊണ്ട് നാഗരാജൻ തൻ്റെ ഷർട്ടിൽ പിടിച്ചവൻ്റെ കർണത്തടിച്ചു. അനങ്ങരുത്. അടുത്ത നിമിഷം നാഗരാജൻ ആക്രമിക്കപ്പെട്ടു. അത് കണ്ട് സ്ത്രീകൾ അലറി വിളിച്ചു. മിണ്ടരുത്. അവരുടെ നേതാവ് മുരണ്ടു. നിങ്ങളെ കൊല്ലണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷേ ആവശ്യം വന്നാൽ അതും ചെയ്തു പോകും. മൂവരെയും അവർ റോഡിലേക്കിറക്കി. അവരുടെ കൈകൾ പിന്നിൽ ചേർത്ത് ബന്ധിച്ചു. വായ്ക്ക് മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു. നടക്കങ്ങോട്ട്. അവർ നാഗരാജനെയും കുടുംബത്തെയും മുന്നോട്ട് തള്ളി. ടാങ്കർ ലോറിക്കടുത്തേക്ക്. 2 പേർ ലോറിയുടെ മുകളിൽ കയറി കഴിഞ്ഞിരുന്നു. അതിനു മുകളിലെ അടപ്പ് തുറന്നു. ശേഷം താഴേക്ക് കൈ നീട്ടി. റോഡിൽ നിന്നവർ നാഗരാജനെ ഉയർത്തിക്കൊടുത്തു. പിന്നാലെ വനജിയെയും അപൂർവയെയും ചൂണ്ടയിട്ട് പിടിച്ച മീൻകൂടയിലേക്കിടുന്നത് പോലെ അവർ മൂവരെയും ടാങ്കറിനുള്ളിലേക്കിട്ട് അടപ്പ് മൂടി. എല്ലാത്തിനും കൂടി എടുത്തത് 3 മിനിറ്റ്. തുടർന്ന് സുമോയിൽ വന്നവർ അതിൽ കയറി. പിന്നോട്ടെടുത്ത് തിരിച്ച് ടാങ്കറും പോയി. അതുവഴി വാഹനങ്ങളിൽ വന്നവർ സ്ലോ ചെയ്ത് ജീപ്പിൽ കിടക്കുന്ന മണിക്കുട്ടനെ നോക്കി. പിന്നെ വേഗത്തിൽ പോയി. അവരിൽ ആരോ പോലീസ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച് വിവരം നൽകി. 1 മണിക്കൂർ കഴിഞ്ഞു. കാളിച്ചരൺ മണിക്കുട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അത് ബെല്ലടിച്ച് നിന്നതേയുള്ളൂ. അവരിപ്പോൾ കൃഷ്ണഗിരിയിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് അവന് തോന്നി. കാളിച്ചരൺ വീണ്ടും വിളിച്ചു, സംശയത്തോടെ. താൻ വിളിച്ചാൽ ആ നിമിഷം മണിക്കുട്ടൻ ഫോൺ എടുക്കേണ്ടതാണല്ലോ. അപ്പോഴും പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടില്ല. കാളി കുടുകുടെ വേർക്കാൻ തുടങ്ങി. അവനെ നോക്കിയിരുന്ന വിഷുജാലയ്ക്കും സുന്ദരനും അമ്പരപ്പായി. എന്താ കാളി? വിഷുജാല അവൻ്റെ തോളിൽ തൊട്ടു. മറുപടി പറയാതെ അവൻ വീണ്ടും വിളിക്കാൻ ശ്രമിക്കുമ്പോൾ മണിക്കുട്ടൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വന്നു. അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു. എന്താടാ പുല്ലേ, വിളിക്കുമ്പോൾ നിനക്ക് ഫോൺ എടുത്തുകൂടെ? 1 നിമിഷത്തേക്ക് മറുപടി കിട്ടിയില്ല. പിന്നെ സ്വരം കേട്ടു. കാളി, ഇത് ഞാനാടാ, മഹിപാൽ. ഒറ്റ സെക്കൻഡിൽ കാളിക്ക് അപകടം ബോധ്യമായി. സാറെന്താ ഈ ഫോണിൽ? മണിക്കുട്ടനും എൻ്റെ കുടുംബവും എന്തിയെ? എല്ലാം പറയാം. നീ കുപ്പത്തെ PS മെഡിക്കൽ കോളേജിലേക്ക് വരിക. അയാളുടെ ശബ്ദത്തിൽ തിടുക്കം. സർ. കാളിച്ചരൺ ചാടി എഴുന്നേറ്റു. സർ, ആർക്കാ അപകടം? പറ. അവൻ അക്ഷമനായി. ഒക്കെ പറയാം. എന്നാൽ എനിക്കൊന്നും വ്യക്തമാകാത്ത അവസ്ഥയായിപ്പോൾ. മുഴുവൻ കേട്ടില്ല കാളി. അവൻ വെട്ടിത്തിരിഞ്ഞു. സുന്ദര, എനിക്കൊരു വണ്ടി വേണം. എത്രയും വേഗത്തിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവറേയും. തിടുക്കത്തിൽ പറഞ്ഞിട്ട് അവൻ വിശ്വജാലയെ നോക്കി. വീട് പൂട്ടിക്കോടി. സുന്ദരൻ ഫോണെടുത്ത് ഒരു ടാക്സിക്കാർ വിളിച്ചു. 5 മിനിറ്റിനുള്ളിൽ അതെത്തി. കാളിക്കും വിശ്വജാലയ്ക്കുമൊപ്പം അവനും കയറി. ഇടിമിന്നൽ പോലെ ടാക്സിക്കാർ കുപ്പത്തിനു പാഞ്ഞു. വഴിയിൽ പോലീസ് വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് കണ്ടു. കുപ്പം PS മെഡിക്കൽ കോളേജ്. പാഞ്ഞെത്തിയ ടാക്സിക്കാർ മുറ്റത്തേക്ക് ഇരച്ചു കയറി ബ്രേക്കിട്ടു. കാളിചരണം വിശ്വജാലയും സുന്ദരനും ചാടിയിറങ്ങി. കാഷ്വാലിറ്റി എവിടെയെന്ന് സുന്ദരന് അറിയാമായിരുന്നു. അവർ അവിടേക്കോടി. ആളുകൾ അവരെ തുറച്ചു നോക്കി. മഹിപാൽ യാദവും വെള്ളയനും 2 പോലീസുകാരും അവിടെയുണ്ടായിരുന്നു. സാറേ, എന്തിയെ എല്ലാവരും? കാളിചരണിൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. കാളി, റിലാക്സ്. മഹിപാൽ യാദവ് അവൻ്റെ തോളിൽ പിടിമുറുക്കി. പറ സാറേ, എനിക്കവരെ കാണണം. കാളി കരയുന്ന മട്ടായി. എടാ, ആദ്യം ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക്. നിന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം എൻ്റെ പക്കലില്ല. കാളി കിടുങ്ങി. അപ്പോൾ മണിക്കുട്ടൻ മാത്രം അകത്തുണ്ട്. ഹെഡ് ഇഞ്ചുറിയാണ്. അവന് ബോധം വീണ്ടു കിട്ടിയാലേ ഉണ്ടായതെന്താണെന്നും മറ്റുള്ളവർ എവിടെയാണെന്നും അറിയാൻ പറ്റൂ. കാളിയിൽ അടുത്ത ഷോക്ക്. അപ്പോൾ എൻ്റെ കുടുംബം? അറിയില്ല. മഹിപാൽ യാദവ് അവൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് ചെല്ലുമ്പോൾ ജീപ്പും അതിൽ മണിക്കുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടിവെട്ടേറ്റതുപോലെ തരിച്ചു നിന്നുപോയി കാളിച്ചരൺ. വിശ്വജാലയുടെയും സുന്ദരൻ്റെയും അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. വാസുകി ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഞെട്ടലോടെ കാളി ഓർത്തു. മഹിപാൽ യാദവ് തുടർന്നു. അവർക്കു വേണ്ടി എൻ്റെ ഫോഴ്സിനെ മുഴുവൻ ഉപയോഗിച്ച് തിരക്കുകയാ ഞാൻ.
തിമ്മക്കെ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അല്ലെങ്കിൽ രുദ്രേഷ് ഗൗഡ, 2 കൂട്ടരുടെയും സകല താവളങ്ങളും തിരയാൻ ഞാൻ ഓർഡറിട്ട് കഴിഞ്ഞു. ഉടനെ വിവരം കിട്ടും. കാളിചരൺ നിന്നു പുകഞ്ഞു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു ഡോക്ടർ പുറത്തെത്തി. അയാൾ SP യെ അറിയിച്ചു. ആ പേഷ്യൻറ്റിന് ബോധം വന്നു. ഇത്തിരി സീരിയസ് ആണ്. തലയിൽ 12 സ്റ്റിച്ച് വേണ്ടി വന്നു. ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടോ എന്ന് സ്കാനിങ്ങിന് ശേഷമേ പറയാൻ പറ്റൂ. ഡോക്ടർ നടക്കാൻ ഭാവിച്ചു. എനിക്കൊന്ന് കാണാമോ ഡോക്ടർ? മഹിപാൽ തിരക്കി. ഓ ഷുവർ, പക്ഷേ ഒത്തിരി സമയം സംസാരിപ്പിക്കരുത്. താങ്ക് യു ഡോക്ടർ. മഹിപാൽ കാഷ്വാലിറ്റിയുടെ വാതിൽ തള്ളി. എനിക്കും കൂടി അവനെ കാണണം. കാളി മുന്നോട്ടാഞ്ഞു. ഡോക്ടർ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. നോ, SP-ക്ക് മാത്രം അകത്തേക്ക് പോകാം. കാളിയുടെ മുഖം ചുവന്നു. അപ്പോൾ മഹിപാൽ പറഞ്ഞു, നീ ഇവിടെ നില്ലടാ, ഞാൻ പോയിട്ട് വരാം. മഹിപാൽ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തു കിടന്നു. കാളിക്ക് അസ്വസ്ഥതയേറി. അക്ഷമനായി അവൻ വാതിൽക്കലേക്ക് നോക്കി നിന്നു. 5 മിനിറ്റിനകം SP തിരിച്ചു വന്നു. എന്തു പറഞ്ഞു സാർ? മണിക്കുട്ടൻ. കാളി ഓടിച്ചെന്നു. അവനും കൂടുതലൊന്നും അറിയില്ല. ആദ്യം മടിയേറ്റത് അവൻ്റെ തലയ്ക്കായിരുന്നു. മണിക്കുട്ടൻ പറഞ്ഞതത്രയും മഹിപാൽ അറിയിച്ചു. എനിക്കുറപ്പാ. കാളിചരൺ പല്ല് ഞെരിച്ചു. ഇതിനു പിന്നിൽ തിമ്മക്ക തന്നെയാ. അച്ഛനോ അമ്മയ്ക്കോ അപൂർവയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലും ഞാൻ ആ നായിൻ്റെ മോളെ. അവൻ തിരിയാൻ ഭാവിച്ചു. നീ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മഹിപാൽ ഫോണെടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. എല്ലാ സുമോ വാനുകളും പരിശോധിക്കാനും സകല ടാങ്കർ ലോറി ഡ്രൈവർമാരെയും ചോദ്യം ചെയ്യാനും നിർദ്ദേശം നൽകി. സർ, കാളി കിതച്ചു. എനിക്കുടനെ തിമ്മക്കയുടെ ബംഗ്ലാവിലെത്തണം. അവരുടെ കരണത്ത് 2 പൊട്ടിച്ചാൽ സത്യം പുറത്തുവരും. ഞാനും വരാൻ നിന്റെ കൂടെ. പക്ഷേ അവരിപ്പോൾ എവിടെയുണ്ടെന്നും എന്തു ചെയ്യുകയാണെന്നും ഞാനൊന്ന് ട്രേസ് ചെയ്യട്ടെ. സർ, കാളി പറഞ്ഞു. എനിക്ക് മറ്റൊരു സഹായം കൂടി വേണം. ചോദ്യഭാവത്തിൽ SP അവനെ നോക്കി. ഇനി അങ്ങോട്ട് 2ഉം കൽപ്പിച്ചുള്ള പോക്ക. അതിനിടയിൽ ഇവൾക്കൊന്നും സംഭവിക്കരുത്. ഒരു ഗുണ്ടയ്ക്കും എത്താൻ പറ്റാത്തൊരു ഷെൽട്ടർ ഇവൾക്ക് വേണം. കാളി വിശ്വജാലിക്ക് നേരെ കൈ ചൂണ്ടി. അതിന് ബുദ്ധിമുട്ടില്ല. വെള്ളയൻ്റെ കുടുംബം എൻ്റെ വീട്ടിലുണ്ടല്ലോ. ഇവളെയും അവിടെ നിർത്താം തൽക്കാലം. SP പറഞ്ഞതും വിശ്വജാല എതിർത്തു. അത് വേണ്ട, ഞാൻ കാളിയുടെ കൂടെ നിന്നോളാം. നോക്ക്. അവൻ അവളുടെ മുന്നിലേക്ക് നീങ്ങി. അവൻ്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നു. പറയുന്നതനുസരിച്ച് നിന്നോണം. ഇനി നിന്നെയും കാണാതെ വന്നാൽ അതിൻ്റെ പിന്നാലെ പോകാനുള്ള നേരം കൂടി എനിക്ക് കിട്ടിയെന്ന് വരില്ല. മനസ്സിലായോടി? അവൻ്റെ ഭാവം കണ്ട് ഭയന്നുപോയി വിശ്വജാല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. 3/4 മണിക്കൂറിന് ശേഷം യാതൊരു തുമ്പും കിട്ടാതെ പായുകയായിരുന്നു മഹിപാൽ യാദവിൻ്റെ പോലീസ്. കാളിചരൺ അക്ഷമനായി. അവൻ 5 ലൈറ്റ്സിലേക്ക് വിളിച്ച് പഴനിവേലിനോടും ഇമ്പദോസിനോടും ധനരാജിനോടും മറ്റും വിവരം പറഞ്ഞു. അവരും സ്തബ്ധരായി. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അവൻ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് ശബ്ദം താഴ്ത്തി. കാളി പറഞ്ഞോ, എന്തു ചെയ്യണം ഞങ്ങൾ? പഴനിവേൽ തിരക്കി. തിമ്മക്കയുടെ മക്കളിൽ ഒരുത്തിനെയെങ്കിലും എനിക്ക് വേണം. അവർ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്ക്. ശരിയടാ. കാളിചരൺ മഹിപാൽ യാദവിൻ്റെ അടുത്തേക്ക് ചെന്നു. സർ, നിങ്ങളുടെ പോലീസ് അന്വേഷണത്തിന് പാരലലായി എനിക്കും പോയേ പറ്റൂ. അതിന് എനിക്കെൻ്റെ ജീപ്പ് വേണം. മഹിപാൽ നെറ്റിച്ചുളിച്ചു. കേസെടുക്കണ്ടേ കാളി? അതിന് തൽക്കാലം ജീപ്പ് കസ്റ്റഡിയിൽ വെക്കണം. കാളിയുടെ സ്വരം കനത്തു. കേസും പുല്ലുമൊന്നും വേണ്ട സാർ. അങ്ങനെ കളയാൻ എനിക്ക് സമയവുമില്ല. അതുകൊണ്ട് ജീപ്പ് മതി. അതുണ്ടെങ്കിലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അല്പനേരം ചിന്തിച്ചിട്ട് ജീപ്പ് വിട്ടുകൊടുക്കാമെന്ന് മഹിപാൽ സമ്മതിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞു. പഴനിവേലിൻ്റെ മെസ്സേജ് കാളിയെ തേടിയെത്തി. തിമ്മക്കയുടെ മക്കളിൽ ഒരാളിപ്പോൾ കോടിലിംഗേശ്വരം ക്ഷേത്രത്തിലുണ്ട് കാളി. ചൗഡയ്യ. ഓക്കെ, ഞാൻ വരും. വിശ്വജാലിയെയും സുന്ദരനെയും അവിടെ നിർത്തിയിട്ട് കാളിചരൺ തിരിഞ്ഞു. എവിടേക്കാണെന്ന് പറഞ്ഞിട്ട് പോടാ. SP അവനെ തടഞ്ഞു. മടങ്ങി വരുമ്പോൾ പറയാൻ സാർ. കാളിപ്പോയി. കോടിലിംഗേശ്വരം ക്ഷേത്രം. ചൗഡയ്യ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നു. 2 അനുചരന്മാരും കൂടെയുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയിലെ പന്തലിനടിയിൽ കിടന്ന SUV കാറിൻ്റെ ഡോർ ഒരാൾ തുറന്നുകൊടുത്തു. ചൗഡയ്യ അകത്തേക്ക് കാൽ വയ്ക്കാൻ ഭാവിച്ചു. അടുത്ത നിമിഷം കാളിചരണിൻ്റെ 540 പാർക്കിംഗ് ഏരിയയുടെ ഗേറ്റ് ചാടിക്കടന്നു വന്നു. ഒപ്പം ഒരു വെടിയൊച്ച. ക്ഷേത്രത്തിലെ വെടി വഴിപാടാണെന്ന് ചൗഡയ്യയുടെ അംഗരക്ഷകർ കരുതി. എന്നാൽ ഒരലർച്ചയോടെ ശിരസിൽ തുളവീണ നിലയിൽ ചൗഡയ്യ പിന്നിലേക്ക് മലർന്നു വീണു. ചോര ചീറ്റി. അധ്യായം 11. കോടിലിംഗേശ്വരം ക്ഷേത്രത്തിന് മുകളിൽ സ്ഥിരമായി പാർക്കുന്ന കുറെ പച്ചത്തത്തകളും പ്രാവുകളും നടുങ്ങി. അവ ചിതറിപ്പറന്നു. കാർ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നവർ ചൗഡയ്യയുടെ അലർച്ച കേട്ട് തിരിഞ്ഞു. SUVയിലേക്ക് കയറാൻ ശ്രമിച്ച ചൗഡയ്യ
കാറ്റിലുലയുന്നതുപോലെ ഒരു നിമിഷം നിന്നു. പിന്നെ പുറകോട്ട് മറിഞ്ഞു. അവൻ്റെ തലയ്ക്ക് പിന്നിലുണ്ടായ ദ്വാരത്തിലൂടെ ചോര കുതിച്ചു ചാടി. സാബ്! അംഗരക്ഷകർ വിഹലരായി അവനെ താങ്ങിക്കൊണ്ട് ചുറ്റും പകച്ചു നോക്കി. കാറിനരികിൽ നടക്കുന്ന കാഴ്ച മിന്നായം പോലെയാണ് കാളിച്ചരൺ കണ്ടത്. അവൻ 540 ബ്രേക്കിട്ടു. അതിൻ്റെ ചക്രങ്ങൾ തറയിൽ ഉരഞ്ഞു കത്തിയതിൻ്റെ ഗന്ധം പരന്നു. സാബ്! സാബ്! അംഗരക്ഷകർ ചൗടയ്യയെ കുലുക്കി വിളിച്ചു. പക്ഷേ അവൻ അനങ്ങിയില്ല. തുറന്ന കണ്ണുകൾ അവരെ തുറച്ചു നോക്കുന്നതുപോലെ നിന്നു. അടുത്ത നിമിഷം പാർക്കിംഗ് ഏരിയയിൽ കിടന്നിരുന്ന ഒരു ചുവന്ന ഐ10 കാർ സ്റ്റാർട്ടായി. മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ മിന്നൽ വേഗത്തിൽ അത് റിവേഴ്സിൽ നീങ്ങി. തുടർന്ന് ഗേറ്റിന് നേരെ കുതിച്ചു. കാളിച്ചരൺ തല പുറത്തേക്ക് നീട്ടിനോക്കി. കാറിനുള്ളിൽ ഒരാളേയുള്ളൂ എന്ന് മനസ്സിലായി. ചൗടയുടെ കാറിന് ചുറ്റും ആളുകൾ ഓടിക്കൂടി തുടങ്ങി. എന്തു വേണമെന്നറിയാതെ കാളിച്ചരൺ ഒരു നിമിഷം ചുറ്റും നോക്കി. മുന്നിൽ മതിലിന് മുകളിലൂടെ കാണുന്ന കൂറ്റൻ ശിവലിംഗവും നന്ദികേശന്റെ രൂപവും അവൻ്റെ കണ്ണിൽ ഉടക്കി. പിന്നെ മതിൽക്കെട്ടിന് പുറത്തുപോലും സ്ഥാപിച്ചിരിക്കുന്ന അനേകം ചെറിയ ശിവലിംഗങ്ങളും. പെട്ടെന്ന് 2 പേർ അവൻ്റെ ജീപ്പിൽ ഓടിവന്ന് കയറി. കാളി ഒന്ന് ഞെട്ടിയതുപോലെ തിരിഞ്ഞു. പഴനിവേലും ഇമ്പദോസും. കാളി, ഇനി ഇവിടെ നിൽക്കണ്ട. നമ്മൾ കരുതുന്നതുപോലെയല്ല കാര്യങ്ങൾ. നമ്മളെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ഈ കൊലപാതകം നമ്മുടെ അക്കൗണ്ടിൽ ആയെന്നിരിക്കും. കാളിച്ചരൺ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തിരക്കി. ആരാ അവനെ വെടിവെച്ചത്? ആർക്കറിയാം? അതിന് അർഹരായവർ ഒരുപാടുണ്ടല്ലോ. ആൾക്കൂട്ടം കന്നഡയിൽ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇമ്പദോസ് തിടുക്കം കൂട്ടി. നീ വണ്ടി വിട് കാളി. ഒരുപാട് സംശയങ്ങളോടെ കാളിച്ചരൺ ജീപ്പ് തിരിച്ചു. രുദ്രേഷ് ഗൗഡയുടെ ആളുകളെ തേടി താൻ പോയപ്പോൾ ഉണ്ടായത് അവൻ ഓർമ്മിച്ചു. താൻ ഉന്നം വയ്ക്കുന്നവരെ തന്നേക്കാൾ മുൻപേ ആരോ തീർക്കുന്നു. അജ്ഞാതരായ ആരോ തൻ്റെ മുന്നിൽ കയറി സഞ്ചരിക്കുന്നു. ആരാണയാൾ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി കാളിച്ചരൺ ആക്സിലേറ്റർ ഞെരിച്ചു. ആ നേരത്ത് കുപ്പം PS മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങുന്ന വഴിയായിരുന്നു SP മഹിപാൽ യാദവ്. വിഷു ജാലിയെയും സുന്ദരനെയും മണിക്കുട്ടൻ്റെ ആവശ്യങ്ങൾക്കായി അവിടെ തന്നെ നിർത്തി. പെട്ടെന്ന് മഹിപാലിൻ്റെ സെൽഫോൺ റിങ് ചെയ്തു. അയാൾ അതെടുത്തു. DYSP ശേഷണ്ണ. എന്താടോ? സർ. ശേഷണ്ണയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. ഒരു ബാഡ് ന്യൂസ് ഉണ്ട് സർ. തിമ്മക്കയുടെ ഇളയ മകൻ ചൗടയ്യയെ ആരോ ഷൂട്ട് ചെയ്തു. എന്നിട്ട്? മഹിപാലിൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാളുടെ മനസ്സിൽ കാളിച്ചരണിൻ്റെ രൂപം മിന്നി. അവൻ മരിച്ചു. ഇതാണോടോ ബാഡ് ന്യൂസ്? ശേഷണ്ണേ, കോളാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസാണ്. തിന്നു മതിച്ച് വേലി ചാടി നടന്നിരുന്ന കാളക്കുറ്റൻ്റെ മേൽ ഒരു അറവുകാരൻ കത്തിവെച്ചു. അത്ര തന്നെ. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരായ നമുക്ക് അങ്ങനെ ഉറക്കെ പറയാൻ പറ്റില്ലെന്ന് മാത്രം. SP പറയുന്നതിൽ നിന്ന് കാര്യങ്ങൾ അല്പസ്വല്പം ഗ്രഹിച്ച വെള്ളയൻ്റെ മുഖത്ത് സന്തോഷം മിന്നി. അയാൾ തലതിരിച്ച് SP നോക്കി. അത് വിടു ശേഷണ്ണേ. കില്ലറെക്കുറിച്ച് എന്തെങ്കിലും സൂചന? ഒരു ഗ്യാങ് വാർ എന്നോ മറ്റോ നമുക്ക് സംശയിക്കാമോ? ഒന്നും പറയാൻ പറ്റില്ല സർ. എനിക്കും കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്പോട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയെ ഞാൻ. പിന്നെ ഒരു റെഡ് ഐ10 കാറിൽ വന്നയാളാണ് ഷൂട്ട് ചെയ്തതെന്ന് സമീപത്തെ ഒരു കടക്കാരൻ പറഞ്ഞു പോലും. എവിടെ വച്ചായിരുന്നു സംഭവം? കോടിലിംഗേശ്വരം ക്ഷേത്ര പരിസരത്ത്. പിന്നെ സാർ, IG സാർ സ്പോട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളതായി വയർലെസ് മെസ്സേജ് ഉണ്ട്. അയാൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. മഹിപാൽ ഓഫ് ചെയ്തു വെച്ചിരുന്ന വയർലെസ് സെറ്റ് ഓണാക്കി. തിമ്മക്കയുടെ ഒരു ഫാനും അടുപ്പക്കാരനുമാണല്ലോ അയാളും. മഹിപാൽ പല്ല് ഞെരിച്ചു. ഞാൻ അവിടേക്ക് വന്നോളാം ശേഷണ്ണേ. ശരി സർ. കോൾ മുറിഞ്ഞു. തിമ്മക്കയുടെ ഏത് മോന സാറേ ചത്തത്? വെള്ളയൻ തിരക്കി. ചൗടയ്യ. അപ്പോൾ ഇനി 2 പേർ. വെള്ളയൻ പിറുപിറുത്തു. SP-യുടെ ജീപ്പ് കോടിലിംഗേശ്വരത്തിന് പോകുമ്പോൾ എതിരെ കാളിച്ചരണിൻ്റെ ജീപ്പും വന്നു. ഇരുകൂട്ടരും ഒന്ന് സ്ലോ ചെയ്ത ശേഷം 2 വഴിക്ക് പോയി. ഈ SP മാത്രം കൂടുതൽ സമയവും ജീപ്പിലാണല്ലോ യാത്ര. മറ്റുള്ളവരാണെങ്കിൽ മിനിമം ഇന്നോവയിലോ SUV-യിലോ പോയിരുന്നേനെ. പഴനിവേൽ പറഞ്ഞു. ഇത് താൻഡ പോലീസ്. കാളി വേഗത കൂട്ടി. തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന് അവൻ പെട്ടെന്നോർത്തു. ഏതു നിമിഷവും തൻ്റെ ഫോണിലേക്ക് ശത്രുവിൻ്റെ ഒരു കോൾ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. വീണ്ടും PS ഹോസ്പിറ്റലിലെത്തിയ കാളി ഡോക്ടർമാരോട് മണിക്കുട്ടനെക്കുറിച്ച് തിരക്കി. പേടിക്കാനില്ലെന്നും സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്നും അവർ അറിയിച്ചതോടെയാണ് അവന് ആശ്വാസമായത്. വിശ്വജാല കുറച്ച് പണം അവൻ്റെ നേർക്ക് നീട്ടി. ഇതെവിടുന്നടി? അവന് മനസ്സിലായില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും മഹിപാൽ സാർ നിർബന്ധപൂർവ്വം തന്നതാ. ആശുപത്രി ചെലവുകൾക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ്. കാളിച്ചരണിൻ്റെ മനസ്സ് വല്ലാതെ ഒന്നിരമ്പി. ഒരു സഹോദരനെ പോലെ തന്നെ കാണാൻ ഒരു മനുഷ്യൻ. അയാൾ തൻ്റെ ആരാണ്?
ഒരിക്കൽ ജീവൻ രക്ഷിച്ചെന്ന് കരുതി ആരെങ്കിലും ഇത്രമാത്രം നന്ദി മനസ്സിൽ സൂക്ഷിക്കുമോ? കാശ് നീ തന്നെ വെച്ചോടി. അവൻ്റെ മനസ്സിലപ്പോഴും ചൗഡയ്യയുടെ അന്തിമ നിമിഷങ്ങളായിരുന്നു. വെടിയേറ്റ് പിടഞ്ഞു വീഴുന്ന ചൗഡയ്യ. തിമ്മക്കയുടെ ബംഗ്ലാവ്. ചൗഡയ്യയുടെ മരണവാർത്ത തിമ്മക്കയെ അറിയിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അംഗരക്ഷകർ ആദ്യം വിളിച്ചറിയിച്ചത് തിമ്മക്കയുടെ പുതിയ PA അപ്പാജിയെയായിരുന്നു. അയാൾ ശരിക്കും പതറിപ്പോയി. ഒരു തോൽവി കൂടി എങ്ങനെ മാഡത്തോട് പറയും? തങ്ങളുടെ ആദ്യത്തെ ഓപ്പറേഷൻ പരാജയപ്പെട്ടതിൻ്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഇതും. തങ്ങളുടെ പിടിപ്പുകേടുകൊണ്ടാണ് ചൗഡയ്യ മരിച്ചതെന്നേ അവർ കരുതൂ. ബസന്തരാജിനോടോ പുട്ടരാജിനോടോ സൂചിപ്പിക്കാമെന്ന് അയാൾ തീർച്ചയാക്കി. ഭാഗ്യത്തിന് രുദ്രേഷ് ഗൗഡ അപ്പോഴേക്കും പരിഭ്രാന്തനായി അവിടെ വന്നിറങ്ങി. അയാൾ അകത്തേക്ക് ഓടിവരും വഴി സിറ്റൗട്ടിൽ വെച്ച് തിമ്മക്കയുമായി മുഖാമുഖം കണ്ടു. പച്ചപ്പട്ടിൽ പൊതിഞ്ഞ തിമ്മക്ക കയ്യിൽ പൂക്കുടയുമായി പുറത്തേക്ക് വരികയായിരുന്നു. ഒപ്പം ബസന്തരാജുമുണ്ട്. അവരും കോടിലിംഗേശ്വരം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വർഷത്തിൽ ഒരിക്കലേയുള്ളൂ ഇങ്ങനെയൊരു ക്ഷേത്രദർശനം. മറ്റെവിടെയോ പോകാനുണ്ടായിരുന്നതിനാലാണ് ഇന്ന് ചൗഡയ്യ നേരത്തെ പോയത്. പുട്ടരാജനാണെങ്കിൽ ക്ഷേത്രകാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ അവൻ 2 അകത്താക്കി അങ്ങനെയിരിക്കും. രുദ്രേഷ് ഗൗഡയുടെ പരിഭ്രാന്തി കണ്ട് തിമ്മക്ക അയാളെ തുറച്ചു നോക്കി. എന്താ രുദ്രേഷ് നിനക്ക്? മുഖത്തൊരു വിളർച്ച. അതു പിന്നെ അയാൾ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. എന്നിട്ടും കുടുകുടെ വേർക്കുകയാണ്. അങ്കിളിൻ്റെ വണ്ടിയിലെ AC കേടായോ? ചോദിച്ചത് ബസന്തരാജാണ്. രുദ്രേഷിൻ്റെ തൊണ്ട വരണ്ടു തുടങ്ങി. നീ പറഞ്ഞോ രുദ്രേഷ്, എന്തായാലും കഴിഞ്ഞു പോയത് ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. തിമ്മക്ക, അയാൾ മിടയിറക്കി. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. നികത്താനാവാത്ത നഷ്ടങ്ങളുണ്ടാവും. തിമ്മക്കയുടെ കണ്ണുകൾ കൂർത്തു. രുദ്രേഷ് ഗൗഡ പൂർത്തിയാക്കും മുൻപ് അവർ കൈ ഉയർത്തി. വേദാന്തം കേൾക്കാനുള്ള മൂഡിലല്ലടാ ഞാനിപ്പോൾ. അത് പറയാൻ നിനക്കും ആഗ്രഹമില്ലെന്നറിയാം. അതിനർത്ഥം ഒന്നേയുള്ളൂ, ഞാൻ ഒരിക്കലും കരുതാത്തതെന്തോ നടന്നിരിക്കുന്നു. ബസന്തരാജ് രുദ്രേഷ് ഗൗഡയെ തുറച്ചു നോക്കി. അപ്പാജി ഉത്കണ്ഠയോടെ നിൽക്കുകയാണ്. തിമ്മക്ക പൂക്കുട ഉയർത്തി. വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് ആചാരം അനുസരിച്ച് തന്നെ വേണമെന്ന് കരുതുന്നവളാ ഞാൻ. എൻ്റെ മകൻ ചത്തിട്ട് പോലും ഞാൻ ഒരു തുള്ളി കണ്ണീർ വീഴ്ത്തിയിട്ടില്ല. തിമ്മക്കയുടെ കണ്ണ് നനയണമെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും പോരാ രുദ്രേഷ്. നീ പറഞ്ഞോടാ, അതിനി എൻ്റെ മറ്റൊരു മകൻ്റെ മരണവാർത്തയാണെങ്കിൽ പോലും. രുദ്രേഷ് ഗൗഡ അവരുടെ കണ്ണുകളിലേക്കൊന്നു നോക്കി. പിന്നെ ദൃഷ്ടി മാറ്റിയിട്ട് മന്ത്രിച്ചു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏത്? തിമ്മക്കയുടെ വിരലുകൾ പൂക്കുടയിൽ മുഴുകി. മരണവാർത്ത. തിമ്മക്ക ഒന്നുലഞ്ഞു. നീ വ്യക്തമാക്ക്. പരുങ്ങലോടെ രുദ്രേഷിൻ്റെ നാവനങ്ങി. നമ്മുടെ ചൗഡയ്യ. തിമ്മക്ക പ്രതിമ പോലെ നിശ്ചലയായി. അവരുടെ കണ്ണുകൾ പോലും ചലിച്ചില്ല. പക്ഷേ പൂക്കുട പിടിവിട്ട് ഗ്രാനൈറ്റ് ഫ്ലോറിൽ വീണു ചിതറി. അപ്പോഴേക്കും ബസന്തരാജ് വിലപിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. രുദ്രേഷ് ഗൗഡയെ അയാൾ പിടിച്ചുലച്ചു. പറയെങ്കിൽ ചൗഡയ്യയെ. ഞൊടിയിടയിൽ തിമ്മക്ക ധൈര്യം സംഭരിച്ചു. കരഞ്ഞില്ല അവർ. മാറി നിൽക്കടാ, അവർ മകനോട് കൽപ്പിച്ചു. ബസന്തരാജ് അങ്കലാപ്പോടെ പിന്നോട്ട് മാറി. രുദ്രേഷ്, എവിടെ വെച്ചാ എൻ്റെ മകൻ മരിച്ചത്? ആരെങ്കിലും അവനോട് പക വീട്ടിയതാണോ? അങ്ങനെയെങ്കിൽ അതാര്? അളന്നു മുറിച്ചായിരുന്നു തിമ്മക്കയുടെ ചോദ്യം. കൃത്യമായി എനിക്കറിയില്ല. രുദ്രേഷ് ഗൗഡ താൻ അറിഞ്ഞത് മാത്രം പറഞ്ഞു. തിമ്മക്കയുടെ മിഴികൾ പ്രപഞ്ചത്തിലെവിടെയോ തറഞ്ഞതുപോലെയായി. ബസന്തരാജ് പുട്ടരാജിനെ വിളിച്ചു. എടാ, നമ്മുടെ ചൗഡ പോയടാ. അകത്തുനിന്ന് ഓടിയെത്തിയ പുട്ടരാജ് വിറച്ചുപോയി. അവൻ്റെ കണ്ണുകളും നനഞ്ഞു. തിമ്മക്ക തിരിഞ്ഞു നോക്കി പല്ലിറുമ്മി. കരയരുത്, പകരം കത്തി ജ്വലിക്കണം. ചെല്ല്, എൻ്റെ മോനെ കൊന്നതാരായാലും അവനെ തീർത്തിട്ട് വാ. പിന്നെയേ ഒരു തുള്ളി കണ്ണീരെങ്കിലും അടരാവൂ. അപ്പാജി തിമ്മക്കയുടെ ധൈര്യത്തിന് മുന്നിൽ സ്തബ്ധനായി. സ്വന്തം മക്കൾ മരിച്ചാൽ പോലും പതറാത്തവരുണ്ടോ? തിമ്മക്ക അയാൾക്ക് നേരെ തിരിഞ്ഞു. നിന്റെ ആളുകളല്ലേടാ അവൻ്റെ കൂടെ പോയത്? അതെ മാഡം. തിമ്മക്ക ഗർജിച്ചു. എങ്കിലിനി ഞാൻ അവരെ കാണുന്നത് ജീവനോടെ ആയിരിക്കരുത്, ശവമായിട്ട് വേണം. നന്ദി കാണിക്കാൻ അറിയാത്ത നായ്ക്കളോട് അങ്ങനെയാ ഞാൻ പ്രതികരിക്കാറ്. അവരുടെ ശവം എൻ്റെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഓർത്തോ, ഒരു ബുള്ളറ്റ് നിനക്കും വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടാവും. മാഡം. ഭയപ്പാടിലും അപ്പാജി നേരെ നിന്നു. സിറ്റൗട്ടിൽ വീണ പൂക്കൂട തിമ്മക്ക തൊഴിച്ചെറിഞ്ഞു. വർഷത്തിൽ ഒരു തവണയുള്ള ക്ഷേത്രത്തിൽ പോക്കും ഞാൻ ഇതോടെ നിർത്തി. അവർ പിന്തിരിഞ്ഞ് ബംഗ്ലാവിനുള്ളിലേക്ക് നടന്നു. അമ്മേ. ബസന്തരാജും പുട്ടരാജും പിന്നാലെ ചെന്നു. തിമ്മക്ക തോളിന് മുകളിലൂടെ തല തിരിച്ചു. നമുക്ക് പോകണ്ടേ ചൗഡയ്യയുടെ അടുത്തേക്ക്? പോകണം. തിമ്മക്ക പല്ല് ഞെരിച്ചു.
അത് പക്ഷേ നമ്മൾ മരിച്ചതിന് ശേഷം മതി. തെരുവ് പട്ടിയെപ്പോലെ വെടികൊണ്ട് ചത്തവൻ്റെ അടുത്തേക്ക് ഞാനില്ല. ഞങ്ങൾ പോയിക്കോട്ടെ? ചോദിച്ചത് വസന്തരാജാണ്. നിർബന്ധമാണെങ്കിൽ പോയിക്കോ. പക്ഷേ എൻ്റെ മകൻ്റെ ജീവന് പകരം ചോദിക്കാതെ പിന്നെ ഈ ബംഗ്ലാവിന് മുറ്റത്ത് കാലുകുത്തരുത്. ആ ഉറപ്പുണ്ടെങ്കിൽ പോകാം. വസന്തരാജും പുട്ടരാജും പരസ്പരം നോക്കി. അങ്ങനെ ഒരുറപ്പ് പാലിക്കുന്നതെങ്ങനെ? എന്നാലും അമ്മേ, പുട്ടരാജ് തർക്കിച്ചു. നമ്മൾ പോകാതിരുന്നാൽ ഒരു അനാഥനെപ്പോലെ നമ്മുടെ ചൗടയെ. തിമ്മക്ക പല്ലിളിച്ചു. ആത്മാവ് വേർപെട്ട ശരീരം അനാഥം തന്നെയാടാ. അത് മെത്തയിൽ കിടത്തിയാലും പട്ടിൽ പൊതിഞ്ഞാലും അത്തറ് പൂശിയാലും പുഴുത്ത് നാറത്തേയുള്ളൂ. കൊല്ലപ്പെട്ടവൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഇവിടെ പോലീസുണ്ട്. അവരത് ചെയ്തോളും. തിമ്മക്ക തൻ്റെ മുറിയിലേക്ക് കാൽ വെച്ചു. എന്നാലും അമ്മേ, വസന്തരാജ് പൂർത്തിയാക്കും മുൻപ് തിമ്മക്ക കൈ ഉയർത്തി തടഞ്ഞു. നീയൊക്കെ ഇങ്ങനെ ചത്താലും ഞാൻ ഇങ്ങനെയേ പ്രതികരിക്കൂ. മക്കൾ സ്തബ്ധരായി നിൽക്കുമ്പോൾ അവർ അകത്തു കിടന്നു. ശക്തിയിൽ വാതിലടഞ്ഞു. ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് മക്കൾക്കറിയാം. അവർ പുറത്തേക്ക് നടന്നു. രുദ്രേഷ് ഗൗഡ ചോദ്യഭാവത്തിൽ അവരെ നോക്കി. അങ്കിൾ, വസന്തരാജിൻ്റെ ഒച്ച ചിലമ്പി. അറിയാമല്ലോ അമ്മയുടെ സ്വഭാവം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് വരാൻ അനുവാദമില്ല. അങ്കിൾ ഒന്ന് പോകുമോ? ഞാൻ പോകാം. വേണ്ടതൊക്കെ ചെയ്തോളാം. രുദ്രേഷ് സമ്മതിച്ചു. വസന്തരാജ് അപ്പാജിയെ നോക്കി. താൻ കൂടെ ചെല്ല്. ശരി സാബ്. രുദ്രേഷ് ഗൗഡയുടെ ഷെവർലെ കാമറോയ്ക്ക് പിന്നാലെ അപ്പാജിയും മറ്റും കയറിയ ഇന്നോവയും പോയി. കോടി ലിംഗേശ്വരം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ജനസമുദ്രമായിരുന്നു. തിമ്മക്കയുടെ ഇളയ മകൻ വെടിയേറ്റ് മരിച്ചെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് കോളാറിൽ പടർന്നത്. ക്രൂരമായ ഒരു ആനന്ദത്തോടെയാണ് ആ കാഴ്ച ഒന്ന് കാണാൻ ഭൂരിഭാഗം പേരും എത്തിയത്. SP മഹിപാൽ യാദവ് ചെല്ലുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു പോലീസ്. ഒരു ബറ്റാലിയൻ ആംഡ് പോലീസും ആംബുലൻസും എത്തിച്ചേരാൻ വേണ്ട കാര്യങ്ങൾ മഹിപാൽ ചെയ്തു. സർ, DYSP ശേഷണ്ണ തിടുക്കത്തിൽ അയാൾക്ക് മുന്നിലെത്തി അറ്റൻഷനായി. വരണം സാർ. പോലീസ് ഇരുവശത്തേക്കും മാറ്റി വഴിയൊരുക്കി. സ്പോട്ടിലെത്തിയ മഹിപാൽ ചൗഡയ്യയുടെ ബോഡി സൂക്ഷ്മമായി വീക്ഷിച്ചു. അതിനിടെ ശേഷണ്ണയോട് തിരക്കി. അത്യാവശ്യം വേണ്ടവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ? സർ, ഉണ്ട്. SUVയുടെ കിടപ്പും ചൗഡയ്യയുടെ ശിരസിലെ മുറിവും താരതമ്യം ചെയ്തപ്പോൾ മഹിപാലിന് ഒരു കാര്യം ഉറപ്പായി. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തന്നെയാവണം ലക്ഷ്യം കണ്ടെത്തിയിരിക്കുന്നത്. അകലെ എവിടെ നിന്നെങ്കിലും ടെലസ്കോപ്പിക് ഗൺ കൊണ്ട് ഷൂട്ട് ചെയ്യുക അസാധ്യം. FIR കഴിഞ്ഞല്ലോ. SP ശേഷണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. സർ, കഴിഞ്ഞു. അപ്പോഴേക്കും ആംബുലൻസും പോലീസും എത്തി. ജനങ്ങളെ കുറെ കൂടി അകലേക്ക് മാറ്റിയിട്ട് പോലീസ് ആംബുലൻസ് അകത്തേക്ക് കൊണ്ടുവന്നു. ബോഡി അതിലേക്ക് കയറ്റാൻ നേരത്തായിരുന്നു രുദ്രേഷ് ഗൗഡയുടെയും മറ്റും വരവ്. മഹിപാൽ യാദവും ഗൗഡയും ബദ്ധവൈരികളെപ്പോലെ മുഖാമുഖം നോക്കി. എനിക്കും കൂടി ആംബുലൻസിൽ കയറണം, ഗൗഡ പറഞ്ഞു. മഹിപാൽ അയാളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. എന്തിനാ? മഹിപാൽ പരിഹസിച്ചു. മുറിവിൽ വിരലിട്ടു നോക്കി. ആരെന്ന് കണ്ടുപിടിക്കാനാകുമോ? അതോ ഈ ചത്തവൻ്റെ തന്തയാണോ നീ? ശബ്ദം കുറച്ച് കടുപ്പിച്ചാണ് മഹിപാലിൻ്റെ ചോദ്യം. കവിളടക്കം ഒരടിയേറ്റതുപോലെ വിളറിപ്പോയി രുദ്രേഷ് ഗൗഡ. മഹിപാൽ തുടർന്നു. അതല്ല, ആംബുലൻസിൽ കടക്കാനുള്ള കൊതിയാണ് നിനക്കെങ്കിൽ അധികകാലം കഴിയും മുൻപ് ഞാനതങ്ങ് സാധിച്ചു തന്നേക്കാം. പട്ടി. രുദ്രേഷ് മുരണ്ടു. നിന്റെ ഈ തിളപ്പുണ്ടല്ലോ, അത് തീരാൻ സമയമായി. നീ കാതിൽ നുള്ളിക്കോ. അത് ശ്രദ്ധിക്കാതെ മഹിപാൽ യാദവ് ശേഷണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. അയാൾ ഭവ്യതയോടെ രുദ്രേഷിനെ നോക്കി നിൽക്കുകയായിരുന്നു. എടോ. വിളികേട്ട് അയാൾ ഞെട്ടി. സർ, താനിങ്ങനെ പീറകളെ നോക്കി നിൽക്കാതെ ശവം കൊണ്ടുപോയി മോർച്ചറിയുടെ മുന്നിലെങ്ങാനും തള്ള്. എന്നിട്ട് വെട്ടിക്കീറുന്നത് എപ്പോഴാണെന്ന് പോലീസ് സർജനോട് ചോദിക്ക്. സർ. അയാൾ കൈ കാണിച്ചു. ആംബുലൻസ് പോകട്ടെ. ആംബുലൻസ് മെല്ലെ മുന്നോട്ട് നീങ്ങി. രുദ്രേഷ് ഗൗഡ അപ്പാജിയെയും കൊണ്ട് വീണ്ടും മഹിപാൽ യാദവിൻ്റെ മുന്നിൽ വന്നു. നിന്റെ ഈ പരിഹാസവും പുച്ഛവും ഒക്കെയുണ്ടല്ലോ, അത് ഞങ്ങൾ തീർത്തു തരും കരുതിയിരുന്നോ? ഗൗഡ കൈ ചൂണ്ടി. എന്നാൽ ഇപ്പം തന്നെ അങ്ങ് തീർക്കടാ. മഹിപാൽ റിവോൾവർ വലിച്ചെടുത്തു. ശേഷണ്ണ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഓടിക്കയറി. സർ, ജനങ്ങൾ ശ്രദ്ധിക്കുന്നു. കനത്ത മൂളലോടെ അയാൾ റിവോൾവർ മാറ്റി. ശേഷണ്ണ, ഒറ്റ മീഡിയക്കാർ പോലും ഇവിടെ വന്നിട്ടില്ല. താൻ ശ്രദ്ധിച്ചോ? വാസ്തവത്തിൽ അപ്പോഴാണ് ശേഷണ്ണ അത് ഓർക്കുന്നത്. ഇല്ല സർ. എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. ചൗഡയ്യയുടെ വൃത്തികെട്ട രൂപം പുറത്തു കാണിക്കാതിരിക്കാനുള്ള തിമ്മക്കയുടെ പദ്ധതിയാ. അത് കേട്ട് അപ്പാജി എന്തോ പിറുപിറുത്തു. മഹിപാലിൻ്റെ ശ്രദ്ധ അയാളിലേക്കായി. നീ ആരാ? അപ്പാജി പതറി. മാഡത്തിൻ്റെ PA പറഞ്ഞത് രുദ്രേഷ് ഗൗഡയാണ്. ഒറ്റക്കുതിപ്പിന് മഹിപാൽ അപ്പാജിയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു. കൂടെ നിന്നുകൊണ്ട് അപ്പോൾ നീയാണല്ലേ പണി പറ്റിച്ചത്? ഈ രുദ്രേഷ് പറഞ്ഞിട്ട്. രുദ്രേഷ് ഞെട്ടി.
അപ്പാജി അമ്പരന്നു. ഞാനല്ല. വിവരമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. മഹിപാൽ അയാളെ പോലീസിന് നേർക്ക് തള്ളി. അറസ്റ്റ് ഹിം. ഞാൻ സ്റ്റേഷനിൽ എത്തും വരെ ഇവന് യാതൊന്നും സംഭവിക്കരുത്. ആരുമായും ബന്ധപ്പെടാനുള്ള അവസരവും കൊടുക്കരുത്. അതിനി DGP പറഞ്ഞാൽ പോലും. അതൊരു കൽപ്പനയായിരുന്നു. അപ്പാജി പോലീസ് വലയത്തിനുള്ളിലായി. സർ, അയാളല്ല ഇത് ചെയ്തത്. സ്റ്റേഷനെ അറിയിച്ചു. കൃത്യം നടക്കുമ്പോൾ താനിവിടെ ഉണ്ടായിരുന്നോ? മഹിപാലിൻ്റെ ഭാവം മാറി. ഇല്ല സർ. പിന്നെ ഇവനുണ്ടായിരുന്നോ തൻ്റെ കൂടെ? ഇല്ല സർ. പിന്നെങ്ങനെ ഉറപ്പിച്ചു ഇവനല്ല കില്ലറെന്ന്? ശേഷണ്ണയ്ക്ക് ഉത്തരം മുട്ടി. രുദ്രേഷ് ഗൗഡയും നിസ്സഹായനായി. ഇനി തിമ്മക്കയോട് താൻ എന്തു മറുപടി പറയും? അയാൾ സൂത്രത്തിൽ അവിടെ നിന്നും മാറി. പോലീസുകാർ അപ്പാജിയെ ജീപ്പിൽ കയറ്റി. തൻ്റെ IG ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. മഹിപാൽ ശേഷണ്ണയെ നോക്കി. അറിയില്ല സർ. അപ്പാജിയെ SP സാർ കസ്റ്റഡിയിലെടുത്തതിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് ശേഷണ്ണയ്ക്ക് തോന്നി. അടുത്ത നിമിഷം അയാളുടെ ഫോൺ ശബ്ദിച്ചു. അതെടുത്ത ശേഷണ്ണയുടെ മുഖത്തെ ഭാവമാറ്റം മഹിപാൽ ശ്രദ്ധിച്ചു. അതിങ്ങ് താടോ. അയാൾ കൈനീട്ടി. ശേഷണ്ണ മടിച്ചു. ആ നിമിഷം റാഞ്ചും പോലെ മഹിപാൽ ഫോൺ വാങ്ങി. ശേഷണ്ണയുടെ മുഖത്തെ ചോര ഉൾവലിഞ്ഞു. അയാൾ വിളറി. അധ്യായം 12. SP മഹിപാൽ യാദവ് റിസീവിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ കാതോട് ചേർത്തു. ശേഷണ്ണ. അപ്പുറത്തുനിന്ന് പാമ്പ് ചീറ്റുന്നതുപോലെ തിമ്മക്കിയുടെ സ്വരം കേട്ടു. തൻ്റെ വൃത്തികെട്ട SP അവിടെ വലിയ ഷോ നടത്തുവാണെന്നറിഞ്ഞല്ലോ. മഹിപാലിൻ്റെ കണ്ണുകൾ കുറുകി. ഇവിടെ നടക്കുന്ന ഓരോ സംഭവവും അപ്പോൾ ആരോ തിമ്മക്കയ്ക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. തിമ്മക്കയുടെ സ്വരം വീണ്ടും കേട്ടു. അവനോട് പറഞ്ഞേക്ക്, ചീറി വരുന്ന ബുള്ളറ്റുകൾ തലകൊണ്ട് തടയരുതെന്ന്. എൻ്റെ മോൻ്റെ ശവത്തിനോട് അവൻ എന്തെങ്കിലും അനാദരവ് കാണിച്ചാൽ. ഒന്ന് നിർത്തിയിട്ട് അവർ തുടർന്നു. പിന്നെ താൻ മാത്രം അറിയാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അവിടേക്ക് വന്നില്ലെങ്കിലും മരിച്ചതാരാണെന്ന് മറക്കരുത്. അവൻ്റെ നേരെ വെടിയുണ്ട ഉയർത്തവനെ എനിക്ക് വേണം. മാത്രമല്ല, നാളെ കോലാർ ജില്ലയിൽ ഹർത്താലായിരിക്കും. ആരെങ്കിലും കടകമ്പോളങ്ങൾ തുറന്നാൽ എൻ്റെ ആളുകളെല്ലാം അടിച്ചു തകർത്തിരിക്കും. പോലീസിൻ്റെ നിഴൽ പോലും ആ ഭാഗത്തെങ്ങും കണ്ടുപോകരുത്. ആരൊക്കെ വിളിച്ചു പറഞ്ഞാലും. ഫോണിൽ വരുന്ന ശബ്ദം മഹിപാലിൻ്റെ തൊട്ടടുത്ത് നിന്ന ശേഷണ്ണയ്ക്ക് കേൾക്കാമായിരുന്നു. അയാൾ കൂടുകൂടെ വേർത്തു തുടങ്ങി. ഇത്രയും കേട്ടപ്പോഴേക്കും മഹിപാൽ യാദവിന് പെരുത്തു കയറി. നായിൻ്റെ മോളെ, ഹർത്താൽ നടത്താൻ നിന്റെ മോൻ ആരായിരുന്നടി? ഇന്ത്യൻ പ്രസിഡന്റോ അതോ പ്രധാനമന്ത്രിയോ? ഹർത്താലിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും മുറുക്കാൻ കട പോലും അടപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്റെ ബാക്കിയുള്ള മക്കളെ കൂടി വെള്ള പുതുപ്പിച്ച് വയ്ക്കേണ്ടി വരും. അപ്രതീക്ഷിതമായി കേട്ട ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം തിമ്മക്കയെ നടുക്കിയെന്ന് വ്യക്തം. അവർ കോൾ മുറിച്ചു കളഞ്ഞു. മഹിപാൽ ഫോൺ ശേഷണ്ണയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. കൊള്ളാമിടോ. അയാൾ പുച്ഛിച്ചു. തനിക്ക് നാണമുണ്ടോ ഇവളെപ്പോലുള്ള ചെറ്റകൾക്ക് അടിമപ്പണി ചെയ്യാൻ? സർ, അയാൾ എന്തോ പറയാനഞ്ഞു. അത് ശ്രദ്ധിക്കാതെ SP ചെന്ന് ജീപ്പിൽ കയറി. വെള്ളയൻ. വിളിയുടെ അർത്ഥം മനസ്സിലാക്കി പോലീസ് ഡ്രൈവർ ജീപ്പ് വിട്ടു. പോലീസ് സർജൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതിനാൽ ചൗഡയ്യയുടെ പോസ്റ്റ്മോർട്ടം അന്ന് നടക്കില്ലെന്ന് തീർച്ചയായിരുന്നു. പക്ഷേ തിമ്മക്കയുടെ ഫോൺ കോളിനെ തുടർന്ന് IG ഇടപെട്ടു. എത്ര രാത്രിയായാലും പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കണം എന്നായിരുന്നു കൽപ്പന. മഹിപാൽ യാദവ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. SI അയാളെ കാത്ത് അക്ഷമയോടെ ഉണ്ടായിരുന്നു. സർ. SP ജീപ്പിൽ നിന്നിറങ്ങിയപ്പോഴേ അയാൾ ഓടിവന്ന അറ്റൻഷനായി. എന്താടാ ഒരു പരിഭ്രമം? മഹിപാലിൻ്റെ നെറ്റി ചുളിഞ്ഞു. സർ, ആരൊക്കെയെന്നറിയില്ല. ഒരുപാട് കോളുകൾ വന്നു. അപ്പാജി ഇവിടെയുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് പേടിയാകുന്നു. കനത്ത മൂളലോടെ മഹിപാൽ അകത്തു കിടന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ പേടിക്കണ്ട. അവനെവിടെ? മഹിപാൽ തിരക്കി. അകത്തെ മുറിയിലുണ്ട്. ശരി, താനിവിടെ നിന്നാൽ മതി. SP വെള്ളയനെയും കൂട്ടി അകത്തേക്ക് പോയി. അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ അയാൾ തുറന്നു. പോലീസിൻ്റെ ഡ്രസ്സിംഗ് റൂമായിരുന്നു അത്. ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു അപ്പാജി. SP കണ്ടതും പകമൂത്ത പാമ്പിനെ പോലെ അയാൾ തിരിഞ്ഞു. വാതിലടയ്ക്കാൻ വെള്ളയന് ആംഗ്യം കാണിച്ചിട്ട് SP വിളിച്ചു. അപ്പാജി, കോടി ലിംഗേശ്വരത്തു നിന്ന് വരുമ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ നിന്റെ ബയോഡേറ്റ കണ്ടെടുത്തു. ഇത്രയും കാലം എല്ലാവരുടെയും മുന്നിലൂടെ വിലസിയ നീ പോലീസ് ലിസ്റ്റിൽ പിടികിട്ട പുള്ളിയാണ് അല്ലേ? മഹിപാൽ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പോൾ നീ പിടിയിൽ വീണത് എൻ്റെ കയ്യിലാ. ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അപ്പാജി അത് ചിരിച്ചു തള്ളി. SP-യേക്കാൾ റാങ്കുള്ള ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥർ കർണാടകയിലുണ്ട്. എൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും തനിക്ക് കഴിയില്ല മഹിപാലെ. അയാൾ പറഞ്ഞു നിർത്തിയതും മഹിപാൽ കാലുയർത്തി ഒറ്റച്ചവിട്ട്. കസേരയോടൊപ്പം അപ്പാജി താഴേക്ക് മറിഞ്ഞു. മഹിപാൽ അയാളുടെ കാൽമുട്ടിൽ ചവിട്ടിപ്പിടിച്ചു. കപ്പത്തണ്ടുപോലെ ഇതിപ്പം മുടിയുന്നത് കാണണോടാ നിനക്ക്? അയ്യോ വേണ്ട. അസഹ്യമായ വേദനയിൽ അയാൾ നിലവിളിച്ചു.
അടഞ്ഞ വാതിലിന് പുറത്ത് കാതുകൂർപ്പിച്ചുകൊണ്ട് ശിവയോഗിയും പോലീസുകാരും ഉണ്ടായിരുന്നു. മഹിപാൽ കാൽ പിൻവലിച്ചു. പിന്നെ പറഞ്ഞു, ഇനിയുള്ള എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കിട്ടിയില്ലെങ്കിൽ നിന്റെ കാലൊടിയും. കരഞ്ഞോ കാലു പിടിച്ചോ എന്നിൽ നിന്ന് കനിവ് പ്രതീക്ഷിക്കരുത്. പല്ല് കടിച്ചു പിടിച്ചതല്ലാതെ അപ്പാജി ഒന്നും പറഞ്ഞില്ല. മഹിപാൽ ഒരു കസേര വലിച്ചിട്ട് അയാൾക്ക് തൊട്ടുമുന്നിലിരുന്നു. തറയിൽ കിടന്നുകൊണ്ട് പകയോടെ അപ്പാജി അയാളെ നോക്കി. മഹിപാലിൻ്റെ ചുണ്ടനങ്ങി. പറയടാ, കാളിചരണിൻ്റെ കുടുംബം എവിടെയുണ്ട്? അറിയില്ല. അയാൾ മുഖം വെട്ടിച്ചു. ഇല്ലേ? മഹിപാൽ ഷൂസ് അണിഞ്ഞ കാൽ അയാളുടെ കൈപ്പത്തിക്ക് മുകളിലേക്ക് വെച്ചു. അപ്പാജി പതറിയില്ല. സർ, അവരെ പിടിക്കാൻ ഞങ്ങൾ പോയി എന്നത് സത്യമാ. എന്നാൽ അതിനു മുൻപേ മറ്റാരോ അവരെ കൊണ്ടുപോയിരുന്നു. ജീപ്പിൽ ഒരുത്തൻ ചോരയൊലിച്ച് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത്. എസ് പിയുടെ കണ്ണുകൾ കുറുകി. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് തോന്നി. പിന്നെ ആരാടാ? രുദ്രേഷാണോ അത് ചെയ്തത്? ആയിരിക്കാം, എനിക്കുറപ്പില്ല. പൊടുന്നനെ വാതിലിൽ മുട്ടുകേട്ടു. മഹിപാലിൻ്റെ പുരുകം ചുളിഞ്ഞു. ശിവയോഗി അതിന് ധൈര്യപ്പെടില്ലെന്ന് അയാൾക്കറിയാം. നോക്ക്. അയാൾ വെള്ളയന് നിർദ്ദേശം നൽകി. വെള്ളയൻ വാതിൽ തുറന്നു. അടുത്ത നിമിഷം അയാൾ പിന്നോട്ട് മാറി സല്യൂട്ടടിച്ചു. മുന്നിൽ IG. മഹിപാൽ യാദവും പെട്ടെന്ന് എഴുന്നേറ്റു. ക്രോധത്തോടെ IG അകത്തേക്ക് കാൽവെച്ചു. മഹിപാൽ, വാട്ട് ഈസ് ദിസ്? ആ ശബ്ദം മുറിയെ നടുക്കി. SP പതറിയില്ല. സർ, ഹീസ് എ നൊട്ടോറിയസ് ക്രിമിനൽ. കർണാടകത്തിലെ പിടികിട്ടപ്പുള്ളി. അതിന്? IG-യുടെ സ്വരം കത്തി. ഇങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? സർ, അങ്ങയുടെ പേര് തന്നെയാണ് ഇവനും. അപ്പാജി. കൂടെ ഒരു റാവു ഉണ്ടെന്നേയുള്ളൂ, മഹിപാൽ ഓർമ്മിപ്പിച്ചു. അതിന്? സാറിന് ഒന്നുമില്ലായിരിക്കും. പക്ഷേ എൻ്റെ പേരിലൊരു കൊടും കുറ്റവാളി ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ വച്ചേക്കില്ലായിരുന്നു. മഹിപാൽ. IG-യുടെ ശബ്ദം മുറുകി. വിട്ടേരെ ഇവനെ. തൻ്റെ അധികാരപരിധിയിൽ ഇവൻ്റെ പേരിൽ കേസൊന്നുമില്ലല്ലോ. അങ്ങനെ വേണമെന്നില്ല സർ. പിടികിട്ടപ്പുള്ളിയെ ആർക്കും പിടിക്കാം. അതുകൊണ്ട്? IG അസ്വസ്ഥനായി. അപ്പോൾ അയാളുടെ ഫോൺ ശബ്ദിച്ചു. നമ്പർ നോക്കിയിട്ട് അയാൾ കോൾ കട്ട് ചെയ്തു. അപ്പുറത്ത് തിമ്മക്കിയാവുമെന്ന് മഹിപാലിന് തോന്നി. അതുകൊണ്ട് ഒന്നുമില്ല സാർ, മഹിപാൽ പറഞ്ഞു. ഇവനെ വിടാൻ പറ്റില്ല. പിന്നെ സാറിന് വേണമെങ്കിൽ ഇവനെ പറഞ്ഞുവിടാം, സ്വന്തം റിസ്കിൽ. ഞാൻ ഏതായാലും മീഡിയക്കാർക്കും DGPക്കും മെസ്സേജ് നൽകിയിട്ടുണ്ട്. അയാൾ പുറത്തേക്കിറങ്ങി. മഹിപാൽ. പിന്നിൽ നിന്ന് IG വിളിച്ചു. നീ ഇതിന് അനുഭവിക്കും. അപ്പോൾ സഹായിക്കാൻ സുപ്പീരിയേഴ്സ് ഉണ്ടാവില്ല. ഓ. അയാൾ തിരിഞ്ഞു നിന്നു. ഒരിക്കലും ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാത്ത സുപ്പീരിയേഴ്സിനെ എനിക്ക് വേണ്ട. ഒന്ന് താണു വണങ്ങുന്നതായി ഭാവിച്ചിട്ട് മഹിപാൽ പോയി. മീഡിയയുടെ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരമ്പിയെത്തിത്തുടങ്ങി. ആ നേരത്ത് PES മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് മാറ്റിയിരുന്നു മണിക്കുട്ടനെ. അവൻ്റെ കിടക്കയ്ക്കരികിലേക്ക് കാളിചരണും വിശ്വജാലയും സുന്ദരനും ചെന്നു. മണിക്കുട്ടൻ തളർച്ചയോടെ അവരെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ 2 ഉറവുകൾ പൊട്ടി, ചുണ്ടുകൾ വിതുമ്പി. എനിക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലടാ. അതിനു മുൻപ്. ഏയ്. കിടക്കയിലിരുന്നു കൊണ്ട് കാളി അവൻ്റെ കരം കവർന്നു. നീ ആദ്യം മുതൽ ഒന്ന് പറ. ഞാൻ രക്ഷിക്കുമെടാ അവരെ. മണിക്കുട്ടൻ തനിക്ക് ഓർമ്മയുള്ളിടം വരെ പറഞ്ഞു. ആ ടാങ്കർ ലോറിയുടെ നമ്പർ നിനക്ക് കാണാൻ കഴിഞ്ഞോ? ഇല്ല. പക്ഷേ അത് കോളർ രജിസ്ട്രേഷനായിരുന്നു. KM 10. കാളിക്ക് അല്പം ആശ്വാസമായി. കോളാറിലെ വണ്ടിയാണെങ്കിൽ താൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ മഹിപാൽ യാദവിൻ്റെ ഫോൺ കോൾ അവനെ തേടിയെത്തി. കാളി, നിന്റെ കുടുംബത്തിൻ്റെ കിഡ്നാപ്പിങ്ങുമായി തിമ്മക്കയ്ക്ക് ബന്ധമില്ല. ഉറപ്പാണോ സർ? അതെ. എങ്കിൽ ഗൗഡ? സംശയമുണ്ട്. എൻ്റെ അടുത്ത നീക്കം അതറിയാനാണ്. നീ വിഷമിക്കരുത്. അവരെ കണ്ടെത്തി നിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കുമെന്നത് എൻ്റെ വാക്കാ. പറഞ്ഞത് മഹിപാൽ യാദവ് ആയതിനാൽ അവൻ അല്പം വിശ്വാസം തോന്നി. മഹിപാൽ തുടർന്നു. നീ KGFിലുള്ള നിന്റെ പരിചയക്കാരെ വിളിച്ചു പറയണം. നാളെ ഒരു ഹർത്താൽ നടത്താൻ തിമ്മക്കയ്ക്ക് പ്ലാൻ ഉണ്ടെന്ന്. ആരും അതിൽ സഹകരിക്കരുതെന്ന്. എല്ലാവരും തിമ്മക്കയെ അവഗണിച്ചെന്ന് അവർ മനസ്സിലാക്കണം. ചൗടയെ എന്ന അളിഞ്ഞ പട്ടി ചത്തു. അതിൻ്റെ പേരിൽ ഒരു ഹർത്താൽ ഉണ്ടായിക്കൂടാ. അത് ഞാൻ ഏറ്റു സർ. ശരിയടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. മഹിപാൽ കോൾ മുറിച്ചു. കാളിചരൺ അപ്പോൾ തന്നെ ഇമ്പദോസിനെയും ധനരാജിനെയും മറ്റും വിളിച്ച് കാര്യം പറഞ്ഞു. കടകമ്പോളങ്ങൾ അടച്ച് ചൗടയ്യയുടെ മരണത്തിൽ അനുശോചിക്കണമെന്നുള്ള അനൗൺസ്മെന്റ് പിറ്റേന്ന് രാവിലെ രുദ്രേഷ് ഗൗഡയുടെ ആളുകൾ നടത്തി. പുലർച്ചെയോടെ ചൗടയ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിരുന്നു. ഒരിക്കൽ കൂടി തിമ്മക്കയുടെ ബംഗ്ലാവിനു മുന്നിൽ പന്തലുയർന്നു. മൊബൈൽ മോർച്ചറിയിൽ ചൗടയ്യയുടെ ചേതനയറ്റ ശരീരം. നാട്ടിലെ കുറേ ഉന്നതന്മാർ ഒഴികെ സാധാരണ ജനങ്ങളാരും അവിടേക്ക് പോയില്ല. വസന്തരാജും പുട്ടരാജും സങ്കടമടക്കാനാവാതെ ഒരു ഭാഗത്തിരുന്നു. അപ്പോൾ കലിംഗറാവു രക്തവർണ്ണമായ ഒരു റീത്തുമായി വന്നു.
അയാൾക്കൊപ്പം കുരുങ്ങ് കൃഷ്ണയും ഉണ്ടായിരുന്നു. രുദ്രേഷ് ഗൗഡ കലിംഗറാവുവിനെ തുറച്ചു നോക്കി. അയാൾക്കടുത്തെത്തിയതും കലിംഗറാവു ശബ്ദം താഴ്ത്തി, അടുത്ത റീത്തുമായി ഇനി എന്നാണ് രുദ്രേഷ് എനിക്ക് വരേണ്ടി വരുന്നത്? കോപം കടിച്ചമർത്തിയതല്ലാതെ രുദ്രേഷ് മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് തിമ്മക്ക സിറ്റൗട്ടിലേക്ക് വന്നത്. അവർ മകന്റെ മൃതദേഹത്തിലേക്ക് നോക്കിയില്ല. പകരം അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു, രുദ്രേഷ്! അയാൾ മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന സകലരും തിരിഞ്ഞു നോക്കി, കലിംഗറാവു അടക്കം. തിമ്മക്കയുടെ ശബ്ദം തീപ്പൊട്ടുകൾ പോലെ ചിതറിവീണു. എന്റെ പുത്രന്റെ ശരീരം ഇന്ന് സംസ്കരിക്കുന്നില്ല. പിന്നെ? സകലരും അമ്പരന്നു. ബംഗ്ലാവിനുള്ളിലേക്ക് ഇത് മാറ്റണം. അവിടെ തന്നെ മൊബൈൽ മോർച്ചറി ക്രമീകരിക്കണം. എന്റെ മകനെ വെടിവെച്ചവനാരോ. അവനെ കൊത്തിനുറുക്കാതെ ഇനി ശവദാഹമില്ല. അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും. കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യം. തിമ്മക്കയുടെ മനക്കരുത്ത് കലിംഗറാവുവിനെ പോലും അമ്പരപ്പിച്ചു. തിമ്മക്ക പിന്നെയും നാവനക്കി. അതുവരെ ഇരിക്കട്ടെ ഇവന്റെ ജഡം, ഞങ്ങളുടെ ഉള്ളിൽ എരിയുന്ന നെരിപ്പോടായിട്ട്. ആർക്കും മിണ്ടാനായില്ല. അത് മാഡം, IG അപ്പാജി റാവു എന്തോ പറയാനാഞ്ഞു. നാവടക്ക് നീ. തിമ്മക്ക കൈ ചൂണ്ടി. കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ പിന്നെ എന്തിനാടാ ഇൻസ്പെക്ടർ ജനറൽ എന്ന മുദ്രയും പേറി നടക്കുന്നത്? ഉന്നതരുടെ മുൻപിൽ തന്റെ യൂണിഫോം അഴിഞ്ഞു വീഴുന്നതുപോലെ തോന്നി അപ്പാജി റാവുവിന്. തിമ്മക്ക ചീറി. ഇനിയുമുണ്ട് എനിക്ക് 2 ആൺമക്കൾ. അനുജന്റെ ശവം ഓരോ തവണ കാണുമ്പോഴും അവന്മാർ വെടിമരുന്ന് നിറയ്ക്കണം മനസ്സിൽ. അതിനാ ഞാനത് സൂക്ഷിക്കുന്നത്. രുദ്രേഷ് ഗൗഡ തിമ്മക്കയുടെ അംഗരക്ഷകരോട് മൊബൈൽ മോർച്ചറി ബംഗ്ലാവിനുള്ളിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. MLAയും MP യും അടങ്ങുന്ന ജനനായകർ പോലും തിമ്മക്കയുടെ നടപടിയെ എതിർത്തില്ല. അടുത്ത നിമിഷം ഗൗഡയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഇന്ന് ഹർത്താലാണെന്ന് പറഞ്ഞിട്ട് KGF-ൽ ഒരു ടെലിഫോൺ ബൂത്ത് തുറന്നിട്ടുണ്ടല്ലോ. പോർച്ചെവിയന്റെ ചെറുമകൾ ജാനകിയുടെ ബൂത്ത്. രുദ്രേഷിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ഇപ്പോൾ തന്നെ അവൾക്ക് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരായി കടകൾ തുറക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ രുദ്രേഷ് ഷെവർലെ കാംറോയിൽ കയറി. 2 ഇന്നോവകളിലായി ഗുണ്ടാപ്പടയും പിന്നാലെ പോയി. KGF അകലെ വെച്ച് രുദ്രേഷ് ഗൗഡ കണ്ടു. തുറന്നിരിക്കുന്ന ബൂത്ത്. അതിനു മുന്നിൽ ഒരു കസേരയിൽ പോർച്ചെവിയൻ. കുറെ നാട്ടുകാരും അവിടെയുണ്ട്. രുദ്രേഷ് എന്തോ തീരുമാനിച്ചിട്ട് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ഒന്നും നോക്കണ്ട, ഒറ്റയിടിക്ക് പോർച്ചെവിയനെ തെറിപ്പിച്ചേക്കണം, അല്ലെങ്കിൽ അപകടകാരിയാകും അയാൾ. ഡ്രൈവർ ആക്സിലേറ്റർ ഒന്നുകൂടി അമർത്തി. കാർ പോർച്ചെവിയനു നേരെ പാഞ്ഞടക്കുകയാണ്. ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പോർച്ചെവിയൻ തിരിഞ്ഞു നോക്കി. അയാൾ ഒട്ടും പതറിയില്ല. കാറിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചുമില്ല. കാറും അയാളുമായുള്ള ദൂരം കുറഞ്ഞു വന്നു. ഏകദേശം 15 മീറ്റർ. പോർച്ചെവിയ മാറിക്കോ, ജനം അലറി വിളിച്ചു. അടുത്ത സെക്കൻഡ് സകലരെയും നടുക്കിക്കൊണ്ട് കാറിന്റെ മുന്നിലെ ടയറുകളിലൊന്ന് പൊട്ടിത്തെറിച്ചു. കാർ വലത്തേക്ക് പാളി. ഗ്ലാസുകൾ ഉയർന്നിരുന്നതിനാൽ രുദ്രേഷിന്റെ നിലവിളി ആരും കേട്ടില്ല. പോർച്ചെവിയന്റെ തൊട്ടുമുന്നിലൂടെ കാർ ചരിഞ്ഞു മറിഞ്ഞ് വന്ന വേഗത്തിൽ തന്നെ നിരങ്ങിപ്പോയി. റോഡിൽ നിന്ന് തീപ്പൊരികൾ ഉയർന്നു. സാബ്! പിന്നാലെ എത്തിയ വാഹനത്തിലുണ്ടായിരുന്ന ഗുണ്ടകൾ അലറി വിളിച്ചു. അടുത്ത നിമിഷം കാർ ഒരു മയിൽക്കുറ്റിയിൽ ചെന്നിടിച്ച് മലക്കം മറിഞ്ഞു. പിന്നെ റോഡ് സൈഡിൽ നിന്നിരുന്ന ഒരു വേപ്പുമരത്തിൽ ഇടിച്ച് നിശ്ചലമായി. ഗുണ്ടകൾ ഇന്നോവയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് വല്ല വിധേനയും ഡോർ തുറന്നു. എയർബാഗിനുള്ളിലായിരുന്നു രുദ്രേഷൻ ഡ്രൈവറും. കത്തിയെടുത്ത് അവർ ബാഗ് കുത്തിക്കീറി. ശേഷം ഇരുവരെയും പുറത്തിറക്കി. എയർബാഗിലായിരുന്നതിനാൽ അവർക്ക് കാര്യമായ കുഴപ്പമുണ്ടായില്ല. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ രുദ്രേഷ് ഗൗഡയുടെ കണ്ണു തള്ളി. മുന്നിൽ ജനപ്രളയം. നേരത്തെ കണ്ടതിൻ്റെ 10 ഇരട്ടി ആളുകൾ. ബൂത്ത് തുറപ്പിച്ചിട്ട് അവരൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നി. അവരെ അവഗണിച്ച് അയാൾ കാറിൻ്റെ ടയർ പരിശോധിച്ചു. അതിൽ വെടിയുണ്ട തറഞ്ഞതാണെന്ന് വ്യക്തം. എന്താ ഗൗഡ സാറേ, നിങ്ങൾ ബൂത്ത് അടപ്പിക്കാൻ വന്നതല്ലേ? ജനക്കൂട്ടത്തിൽ നിന്ന് പഴനിവേൽ മുന്നോട്ട് വന്നു. എങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. രുദ്രേഷിന്റെ കണ്ണുകൾ ഇടുങ്ങി. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമല്ലോ. പിന്നെ? അയാൾ ചിരിച്ചു. ഞങ്ങളുടെ കാളിചരൺ തന്നെ പാമ്പിനെ ചതയ്ക്കുന്നത് പോലെ ചതച്ചു വിട്ടതല്ലേ, അത് ഞങ്ങൾ മറന്നിട്ടില്ല. മുഖമടച്ച് അടി കിട്ടിയതുപോലെയായി ഗൗഡയ്ക്ക്. അയാൾ ഫോൺ എടുത്ത് ക്രെയിൻ സർവീസിലേക്ക് വിളിച്ചു. കാർ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. അപ്പോൾ ജനങ്ങൾക്കിടയിലൂടെ കാളിചരൺ അയാൾക്ക് മുന്നിലെത്തി. ഒറ്റയൊരുത്തനും ഇന്ന് വരില്ലടാ. തൻ്റെ ഈ കാറ് പൊക്കാൻ. താനല്ലേ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇന്നിവിടെ കിടക്കത്തേയുള്ളൂ തൻ്റെ വണ്ടി. അവൻ തിരിഞ്ഞ് ജനങ്ങളെ നോക്കി. ഇവന്മാര് വന്ന വണ്ടികളുടെയെല്ലാം കാറ്റഴിച്ചുവിട്. ജനങ്ങൾ ആരവത്തോടെ ഇന്നോവകളുടെ കാറ്റഴിച്ചുവിട്ടു. ഗുണ്ടകൾ നിസ്സഹായരായി നിന്നതേയുള്ളൂ. അത്രയും പേർ കൈവച്ചാൽ തങ്ങൾ ബാക്കി കാണില്ലെന്ന് അവർക്കറിയാം.
സർവക്ഷമയും നഷ്ടമായ രുദ്രേഷ് ഗൗഡ അലറിക്കൊണ്ട് ഒരു പിസ്റ്റൾ വലിച്ചെടുത്തു. അത് കാളിയുടെ നേർക്ക് ചൂണ്ടി. നിന്നെ മാത്രം മതി എനിക്ക്. എന്നെ അങ്ങ് തോൽപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന നിന്നെ ഇങ്ങനെയൊന്ന് അടുത്തു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നടാ ഞാൻ. ആരും പ്രതീക്ഷിച്ചതായിരുന്നല്ല അത്. കാളിയുടെ തലച്ചോറിൽ കടന്നലുകളുടെ മുകളിൽ രുദ്രേഷ് മുന്നോട്ടെടുത്തു. അയാൾ റിവോൾവറിൻ്റെ ബാരൽ കാളിയുടെ നെറ്റിയിൽ കുത്തിയമർത്തി. പിന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ പെങ്ങളില്ലേടാ, ചത്തുപോയ ആ കൊച്ച്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ആളുകളാ അവളെ പിച്ചിച്ചീന്തി കൊന്നത്. നീ പക തീർക്കാൻ നിൽക്കുവല്ലേ? ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്നോട് കണക്ക് തീർക്കടാ. കാളി മുന്നോട്ടാഞ്ഞു. അനങ്ങരുത്. ഒന്നിനു പുറകെ ഒന്നായി ബുള്ളറ്റുകൾ പറന്നു കയറും നിന്റെ തലച്ചോറിലേക്ക്. പിസ്റ്റൾ കൊണ്ട് തള്ളി അയാൾ അവനെ പിന്നോട്ട് നീക്കി. ശേഷം ജനങ്ങളോട് കൽപ്പിച്ചു, ഗോ ബാക്ക്. അവർ കരുതലോടെ പിന്നോട്ട് മാറി. ഗുണ്ടകൾ രുദ്രേഷിൻ്റെ പിന്നിൽ നിരന്നു. പോർച്ചെവിയൻ്റെ കൈ പെട്ടെന്ന് നാരായ കത്തിയിലേക്ക് നീണ്ടു. എടാ, എന്നോട് പക വീട്ടാൻ രുദ്രേഷ് വെല്ലുവിളിച്ചു. അല്ലെങ്കിൽ ഞാൻ 5 വരെ എണ്ണും. അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ തീർക്കും. ജനം സ്തബ്ധരായി. മരണം പോലെ ഒരു നിശബ്ദത അവിടെ പരന്നു. രുദ്രേഷ് എണ്ണാൻ തുടങ്ങി. 1, 2, 3. ശബ്ദത്തിന് ബുള്ളറ്റുകളുടെ കിലുക്കം. 4. ഇനി ഒരു നിമിഷം. കാളിചരൺ കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത ഭാഗം നാളെ.